മീര, മീര, എന്താ അത്? പെണ്ണെ, എന്തടി സ്വപ്നം കണ്ടോ? നിങ്ങൾ പോയി കിടന്നു. എന്താ ഉണ്ടായത്? നീ കിടന്ന് വിളിച്ചു. എന്റെ വിളി കേട്ട് ചേട്ട ഉണരുക. ഞാനിന്നും അച്ഛനെ സ്വപ്നം കണ്ടു. ഇന്നെങ്ങനെയാ? ചെറുതും കൊക്കൊക്കെ ആയിട്ടാ? ഇന്ന് കുന്തവും പരിചയമൊക്കെ ആയിട്ടാണ്. ആ, ചേട്ടൻ പോയി കിടന്നോളൂ. ഉറങ്ങുന്നവരെ തുണയിരിക്കണോ? വേണ്ട, ഇന്നിനി സ്വപ്നമില്ല. എന്താ ഗ്യാരണ്ടി? അതങ്ങനെയാ, ഉറങ്ങിയില്ലെങ്കിലും സ്വപ്നമില്ല. അച്ഛന് നന്ദി പറയണം. ഉറക്കം മുടക്കാനെങ്കിലും അദ്ദേഹം വന്നെത്തുന്നുണ്ടല്ലോ. ആ, ഗുഡ് നൈറ്റ് പറയണോ? അയ്യാ, കുഞ്ഞ് എണീറ്റിട്ടില്ല. തട്ടിയുണർത്തി കാപ്പി കൊടുക്കണം. എണീക്കായിരുന്ന എങ്ങനെയാ? ഞാൻ വിളിക്കാൻ ചെല്ലുമ്പോ ദേഷ്യപ്പെടുന്നു. കുഞ്ഞേ, ദേ കുഞ്ഞേ, ഇതെന്താ നിങ്ങൾ നേരം വെളുക്കണേന് ആളുകളെ തൊയ്രം തരാതെ? നേരം വെളുത്തു കൂട്ടി. നിങ്ങളുടെ മണ്ടയിലായിരിക്കും. മീര, ദേ പിന്നും കിടന്നു. നിനക്കിന്ന് കോളേജിൽ പോണമെന്നുണ്ടോ? ഉണ്ട്. എന്നാ എണീക്ക്. ഞാൻ എഴുന്നേറ്റിരിക്കുക. നിനക്കിന്ന് സ്റ്റൈൽ ബൈക്കിൽ കയറി പോണമെന്നുണ്ടോ അതോ ലാസ്റ്റ് മിനിറ്റിൽ ബസ്സിൽ തള്ളി കയറിപ്പിക്കുള്ളൂ? ബൈക്കില്. ആ, എങ്കിലും എന്റെ കുഞ്ഞ് എഴുന്നേറ്റോ. ഉടനെ എഴുന്നേറ്റോ. ഞാൻ എഴുന്നേറ്റിരിക്കുകയാന്ന്. എടി പെണ്ണെ, മര്യാദക്ക് എണീറ്റോ. 5 വരെ എണ്ണും. 1 2 3 4 5. മര്യാദക്ക് ആ കാപ്പി എടുത്ത് കുടിക്കണം. പെണ്ണെ, വെറുതെ ബാക്കിയുള്ളവർ ഉറങ്ങാൻ സമ്മതിക്കാതെ. സാധിക്കില്ലെങ്കിൽ സാർ കാര്യം പറഞ്ഞിട്ട് മാറി നിൽക്കണം. ഇതാ പിടിക്കണം. എന്നിട്ട് അവിടെ നിന്ന് 5 വരെ എണ്ണിക്കണം. അതുകൊണ്ട് സ്റ്റാർട്ട് ആയില്ലെങ്കിൽ? കണ്ടോ കണ്ടോ, പേടി തുടങ്ങി. റെഡി. 5-നുള്ളിൽ സ്റ്റാർട്ട് ആയില്ലെങ്കിൽ ഇവിടുന്ന് റോഡിലായി ഇറക്കം മരുന്ന് തള്ളേണ്ടി വരും. സമ്മതിച്ചു. സ്റ്റാർട്ട് ആയാൽ ഫസ്റ്റ് ഷോ. പക്ഷേ 1 2 3 4.
കണ്ണില്ലാത്തവരിറങ്ങിയാലും ചിലപ്പോ ഒറ്റയെന്ന് മാങ്ങ വീഴും. വീഴും. ഇനി വാചകം. അപ്പൊ വൈകുന്നേരം വൈകുന്നേരം സിനിമ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആരും എത്തിയിട്ടില്ല? ഇല്ല സാർ, സമയമാകുന്നല്ലേ ഉള്ളൂ. യെസ്, അതെ, മാനേജറാണ് സംസാരിക്കുന്നത്. ഗോൾഡ് ലോൺ ഞങ്ങളിപ്പോ നിർത്തിവെച്ചിരിക്കുകയാണല്ലോ. അതെ, അതിപ്പോ പറയാൻ ക്ലറിക്കൽ സെക്ഷനിൽ ആരും എത്തിയിട്ടില്ല. ആ, ഒരു 11 മണിക്ക് ഒന്നുകൂടെ വിളിച്ചു നോക്കൂ. അപ്പൊ ഞാൻ വിവരം പറയാം. ഓക്കെ, മനുഷ്യൻ അതിങ്ങോട്ട്. യെസ്, മാനേജർ സ്പീക്കിംഗ്. പോയി. ഓമന ബ്യൂട്ടിഫുൾ. മീര, നാട്ടിലേക്ക് പോവാണെന്ന് പറഞ്ഞു. എന്ത് ടെലഗ്രാം വന്നിട്ട് പോവാണെന്നാ പറഞ്ഞ്. ആർക്കോ സുഖമില്ലെന്നോ. Dramatics, music, and also we find in dance. You see, projection is another phenomenon found in such cases. That is a process through which feelings belonging to the self are ascribed to others. വീട് വരെ പോകുന്നു. ചേട്ടന്റെ ഒരു ടെലഗ്രാം ഉണ്ട്. അമ്മയ്ക്ക് സീരിയസ്, ഉടനെ എത്തണമെന്ന്. എന്താണ് നടന്നിരിക്കുക എന്ന് ഊഹിക്കാം. അറിയാമല്ലോ, 2 വട്ടം ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞതാണ് പുള്ളിക്കാരിക്ക്. അമ്മയില്ലാത്തവർക്ക് അമ്മയുടെ വില അറിയൂ. എനിക്ക് ഈ ചീപ്പ് സെന്റിമെന്റ്സ് ഒക്കെ കേൾക്കുമ്പോഴാ. അമ്മയില്ലാതെ ആയാലും എന്ത് ചെയ്യാനാ? അമ്മയില്ല, അത്ര തന്നെ. ഓ, ഈ പയ്യനൊരു മഹാസിനിക്ക. പിന്നല്ലാതെ എന്താ പറയേണ്ടത്? നിനക്ക് തന്നെ ഇപ്പൊ ഫാദർ ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ പറയാമെന്നല്ലാതെ. എനിക്ക് അച്ഛനുണ്ടല്ലോ. ആ, അത് തന്നെ ഞാൻ പറഞ്ഞത്. ഉണ്ട്, പക്ഷെ ഉണ്ടായിട്ടെന്താ കാര്യം? ആ അച്ഛനല്ല, പിന്നെ ഈ അച്ഛൻ. Mira, are you sleeping? സോറി സർ, ഞാൻ ഉറങ്ങില്ല സർ. Come on, let's go back. Sublimation, that is the conscious control, rationalization through which Mira, ഇതാ വേഷം. എടി, കഴുത സിനിമയ്ക്ക് പോണ്ടേ? മറന്നോ? ഇല്ല, മറന്നില്ല. വേണ്ട. എന്ത് വേണ്ട? സിനിമ. ദേ, ചവിട്ട് ഞാൻ. അവിടെ 100 പണിയുള്ള ഇട്ടെറിഞ്ഞിട്ടാ ഓടി പോന്നിരിക്കുന്നത്. എന്നിട്ടിപ്പോ ഒരു പിള്ളകളി. അങ്ങനെ വിടാ ഞാൻ തീരുമാനിച്ചിട്ട്. നിന്നെ ഞാൻ തിയേറ്ററിൽ മുട്ടേക്ക് തിന്നാൻ കൊടുക്കും. അയ്യോ ചേട്ടാ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. കാണാൻ കൊള്ളൂല. കാണാൻ കൊള്ളൂല്ലേ? കൊള്ളൂല. ഇപ്പൊ സിറ്റിയിൽ ഓടുന്ന ഒറ്റ പടവും കാണാൻ കൊള്ളൂല. ഇവറ്റയൊക്കെ പിന്നെ എന്തിനാ മണപ്പിക്കാനാ കൊള്ളുക? ആര് പറഞ്ഞു നിന്നോട് വിശുദ്ധ സത്യം? ആര് പറഞ്ഞു? കരുണ. ഓ, അവളാ തീരുമാനിക്ക? ആ, അവൾ എല്ലാ സിനിമയും കാണും. അവള് പറഞ്ഞു ഇപ്പൊ ഓടുന്ന ഒറ്റ പടവും സകുടുംബവും കാണാൻ കൊള്ളൂല, ഒറ്റയ്ക്കും കാണാൻ കൊള്ളൂല. ആ, പിന്നെ ചേട്ടൻ ഇത് എവിടുത്തെ മണക്കൂസ്? രാവിലെ ഞാനൊരു തമാശക്ക് പറഞ്ഞത് കേറി അങ്ങ് സീരിയസ് ആയിട്ട് എടുത്തോ?
ആടി ഇവിടെ തോന്നുമ്പോ തീരുമാനങ്ങൾ മാറ്റി. നിന്റെ കളി ഇന്ന് ഞാൻ നിർത്തിത്തരാം. സിനിമ കൊള്ളൂല്ലെങ്കിൽ ബീച്ചില് എവിടെയെങ്കിലും നിന്നെ ഞാൻ ഇന്ന് കൊണ്ടുവന്നിടും. വേഗം ഡ്രസ് ചേഞ്ച് ചെയ്തോ. എങ്കിലൊന്ന് ചെയ്യാം, നമുക്ക് ഇറങ്ങാം. എവിടെ പോണോന്ന് ഇപ്പൊ തീരുമാനിക്കണ്ട. ലാത്തിയൊക്കെ പിന്നെ ആദ്യം നീ ഇറങ്ങാൻ റെഡി ആയിക്കോ. ശരി, അണ്ണം പോയെന്ന് കുളിച്ച് ഫ്രഷ് ആയിക്കൊള്ളണം. ആ നേരം കൊണ്ട് അറിയാമല്ലോ, 2 വട്ടം ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞതാണ് പുള്ളിക്കാരിക്ക്. മഹാറാണിയോട് പറ എളുപ്പം എണീറ്റോളെ. എണീറ്റ് കഴിഞ്ഞു. കാലത്ത് അടുക്കളയിൽ വന്ന് കാപ്പി വാങ്ങിച്ചു കുടിക്കായിരുന്നു. ഇന്നെന്താ അങ്ങനെ? ആരാ നിര്യാതരായത്? ആരാ? ഊട്ടുപുരപ്പറമ്പിൽ ഈശോ മിശിഹ ലോന അന്തോണി. വട്ടു തന്നെ. യെസ്, അതെ, ബാലുവാണ്. ജോലിയുടെ തിരക്കിലിരിക്കുക. അതെ, ഉച്ചയ്ക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. പറ്റിയില്ല, അത് തന്നെ. ആ, രാത്രിയാവും. ഒരു 7:30 8. ഓ ശരി, മനസ്സിലായി. അല്ല, അതൊക്കെ നമുക്ക് ഇന്ന് കാണുമ്പോൾ സംസാരിക്കാം. പോരെ? അച്ഛനിപ്പോ എവിടുന്ന സംസാരിക്കുന്നത്? എവിടുത്തെ പെബളികൾ ബുദ്ധിന്ന്? ഒന്നുമില്ല, വെറുതെ ചോദിച്ചതാ. ശരി. ആ മൂത്ത പെണ്ണിന്റെ അസുഖം കൂടിക്കൂടി വരിക എന്നല്ലാതെ ഒരു കുറവും കാണുന്നില്ല. ഇനി എത്ര നാൾ കിടക്കണമെന്ന് ചോദിച്ചാ ആശുപത്രിക്കാർ കൃത്യമായിട്ടൊന്നും പറയുന്നില്ല. അവിടെ അമ്മയ്ക്കും വയ്യ. നിന്നെ എപ്പോഴും ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക്. അതുകൊണ്ടാകുന്നതായാ മതി. ഇത് തന്നെ അച്ഛനെ ഓർത്തിട്ടല്ല, വയ്യാതെ നടക്കുന്ന ആ കുട്ടിയെ ഓർത്തിട്ടാ. അവളും എൻ്റെ ഒരു അനിയത്തിയായി പോയില്ലേ. ഞാൻ പോട്ടെ. എനിക്ക് എന്റെ ദൈന്യത പറയാൻ നീയേ ഉള്ളൂ. അതിപ്പോഴല്ല ഓർക്കേണ്ടത്. 5 വയസ്സുള്ളൊരു കുട്ടിയുടെ പുറത്ത് 1 വയസ്സുള്ളൊരു കുഞ്ഞിന്റെ ഭാരം വെച്ച് കൊടുത്തിട്ട് 2ാം കല്യാണം നടത്താൻ പോകുമ്പോൾ ആലോചിക്കണമായിരുന്നു. അന്ന് ആ പിള്ളേർക്ക് അവരുടെ ദൈന്യത പറയാൻ ആരും ഉണ്ടായിരുന്നില്ല. ഒറ്റയാൾ മുറ്റാത്ത ചിറകും വെച്ച് പറന്നൊരു കരയെടുത്തപ്പോ വിഷമം പറയാൻ എൻ്റെ അച്ഛൻ. അച്ഛൻ വെച്ചുള്ളത് എങ്കിൽ ഞാൻ ചെല്ലട്ടെ. മീര, ഞാൻ ചെന്നിട്ട് എന്തെങ്കിലും കഴിക്കൂ. വളരെ ബുദ്ധിമുട്ടി മിച്ചം പിടിക്കുന്ന പൈസയാ. വഴി ബ്രാൻഡ് ഷാപ്പ് ഇഷ്ടം പോലെ ഉണ്ട്. ഇല്ല ഇല്ല, ഇത് അതിനൊന്നും കിട്ടില്ല.
ഞാൻ പറയുന്നത് അതല്ല. അയാൾ അവരെങ്കിലും നേരെ നോക്കണമായിരുന്നു. ഇത് അതുമില്ല. ഓരോരുത്തർക്കും ഓരോ ഫേറ്റ്. ഇത് ഫെയ്റ്റ് ഒന്നും അല്ലടി, ചോദിക്കാൻ ആളില്ലാതെ വന്നതുകൊണ്ടാ. ആൽക്കഹോളിക് ആയി കഴിഞ്ഞാൽ പിന്നെ ആര് ചോദിച്ചിട്ടും പറഞ്ഞിട്ടും കാര്യമില്ല. ഒരു കാര്യത്തിൽ നന്ദി പറയണം. മൂപ്പരുടെ കുടി കണ്ട് വെറുത്തിട്ടാവണം, അല്ലെങ്കിൽ ചിലപ്പോ ഞാനായിരുന്നു നല്ലൊരു കുടിയനാവുക. അങ്ങനെ പറയുകയാണെങ്കിൽ അച്ഛന്റെ ചുമതലയില്ലായ്മ കണ്ടിട്ടാവും ചേട്ടൻ ഇത്ര വലിയ റെസ്പോൺസിബിൾ ആയത്. ആയിരിക്കും ഒരു പക്ഷേ. ആ, അങ്ങനെ പറഞ്ഞാൽ ഇപ്പൊ സാറിന് എന്തെങ്കിലും ക്വാളിറ്റീസ് ഉണ്ടെന്ന് അവകാശപ്പെടുന്നെങ്കിൽ അതിന് മുഴുവൻ കാരണക്കാരൻ അച്ഛനായിരിക്കും. ഓ, അവിടെ അച്ഛന്റെ കുട്ടി. ഞായറാഴ്ച നല്ല ദിവസവുമായിട്ട് രാവിലെ ഒരു വിഷയം കിട്ടിയത്. പോടി അവിടുന്ന്. അറിഞ്ഞു കാണുമല്ലോ, അമ്മ മരിച്ചു. ദേ, കണ്ണു തുറച്ചോളൂ കേട്ടോ, ഇല്ലെങ്കിൽ ഞാനിപ്പോ തുറച്ചു കളയും. ഒരു കാർഡ് ഇട്ടൂടായിരുന്നു? ഒന്നുമില്ലെങ്കിൽ ചരമക്കാർഡ് അടിച്ചതിലെ ഒന്നെങ്കിലും ആവാമായിരുന്നു. ആ, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, നടന്നില്ല, മാപ്പ്. ഞാൻ ദിവസവും പത്രം നോക്കുക, പോസ്റ്റ്മാനെ കാക്കുക. എവിടെ? ആ, ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങ് ക്ഷമിച്ചേക്കണം. മരണ വീട്ടിലെ ടെൻഷനും ബോറും കാരണം ഒന്നും നടന്നില്ല. പിന്നെ എങ്ങനെയെങ്കിലും അറിഞ്ഞു കാണുമെന്നും കരുതി. എനിക്ക് ജോത്സ്യമില്ല. ഓർത്തില്ല? ഓർക്കണ്ട, ഒന്നും ഓർക്കണ്ട, ആരും ഓർക്കണ്ട. അവർ കൺട്രോളൻസ്. ഞങ്ങൾ ഇപ്പോഴാണ് അറിഞ്ഞത്. വിവരം അറിഞ്ഞിട്ട് പോവുകയായിരുന്നു. അതെ. ദാറ്റ് യുവർ മദർ ഈസ് നോ മോർ? അല്ല, സീരിയസ് ആണെന്നേ അവർ അറിയിച്ചിരുന്നുള്ളൂ. പക്ഷെ ആക്ച്വലി മരിച്ചതിന് ശേഷമാണ് ടെലഗ്രാം അടിച്ചത്. ഷോക്ക്. ആ, മീര ഇപ്പോഴാണ് അറിഞ്ഞത്. ആ, ദാറ്റ് വാസ് ടു മച്ച്. അതിനെങ്കിലും അറിയിക്കണമായിരുന്നു. എന്തായിരുന്നു പെട്ടെന്ന്? മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ. തർജ്ജമ ചെയ്ത് വരുമ്പോ നമ്മുടെ ഹാർട്ട് അറ്റാക്ക് തന്നെ. ഞാൻ ധരിച്ചത് ഈ ന്യൂസ് കേട്ടിട്ട് മീര ഉള്ളിൽ സന്തോഷിക്കുമെന്നായിരുന്നു. ഭാവിയിൽ ഒരു അമ്മായിയമ്മ പോരിന്റെ സ്വല്ലം ഒഴിവാകുകയാണല്ലോ. ഒരു പെണ്ണിന് സന്തോഷിക്കാനുള്ള സ്കോപ്പൊക്കെ അതിലുണ്ട്. അറിയില്ല എന്നെ. അമ്മയെ കണ്ടിട്ടില്ലാത്ത ഞാൻ ആ അമ്മയിൽ ഒരമ്മയെ കാണാനിരിക്കുകയായിരുന്നു. നേരായിട്ട് കൊതിയായിരുന്നു. സോറി സോറി സോറി, നേരായിട്ടും സോറി. അന്നത്തെ പോലെ ചൂടില്ല. ചൂട് കുറഞ്ഞെന്ന് മാത്രമല്ല, അസുഖം നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്നാൽ ഇത്തിരി നല്ല ഓറഞ്ചും ലേശം നല്ല ചായയും വാങ്ങി. എനിക്കാണെങ്കിൽ ചായ വാങ്ങണ്ട. അല്ല, ഞാൻ ഇപ്പൊ വരാം. ഭേദമാവും കേട്ടോ. ചേച്ചിക്ക് ഇപ്പൊ അങ്ങനെ വലിയ അസുഖമൊന്നുമില്ല, വെറുതെ കള്ളദീനവാ. ചുമ്മാ ആറഞ്ചും മുട്ട അടിച്ചു കിടക്കാൻ അല്ലടാ. രുക്കുന് സുഖമില്ലാണ്ട് കിടക്കുന്നു. അതെ,
ഞാനിപ്പോ കണ്ടുവരിക. പക്ഷെ അതിനോടൊപ്പോ അമ്മണിക്ക് എന്താ കാര്യം? ഏതായാലും വന്നതിലേക്ക് ഓടിപ്പോയെന്ന് കണ്ടു പോന്നോളൂ. പെട്ടെന്ന് കണ്ടു പോന്നോണം. ഞാൻ താഴെ വെയിറ്റ് ചെയ്യും. ഒരു പാക്കറ്റ് വിൽസ്. ഐ എം ദാസ്. മീരയുടെ ബ്രദർ അല്ലേ? അതെ. കോളേജ് വരുമ്പോ ഇടയ്ക്ക് കാണാറുണ്ട്. പഠിക്കുക? അതെ. മീരയുടെ ക്ലാസ്സില്? അല്ല, ഞാൻ 1 ഇയർ സീനിയറാ. ഫൈനൽ MA. അല്ല, എന്റെ ഒരു ആന്റി ഇവിടെ കിടക്കുന്നു. ഇവിടെയോ? ഐ മീൻ ഇൻ വാർഡ്. ഹലോ, ഹലോ. എന്താ ഇവിടെ? എന്റെ ഒരു ആന്റി ഇവിടെ വാർഡ് നമ്പർ 5 കിടക്കുന്നു. മൂപ്പത്തിൽ ഞാൻ ഈ സ്മോക്ക് ചെയ്യുന്നൊന്നും ഇഷ്ടമല്ല. സോ ഐ തോട്ട് ഐ ഹാവ് പഫ് ആൻഡ് ഓക്കെ. ഓക്കെ. എടി, മേലാ പെർമിഷൻ ഇല്ല, നീ അവിടെ പോവെന്ന്. എടി പെണ്ണേ, എടി പോവെന്ന്. പോവും. പെർമിഷൻ വാങ്ങിച്ചോണ്ട് പോവും. ചോദിക്കാതെയും പറയാതെയും പോവില്ലല്ലോ. ആ, ഇനിയിപ്പോ ഏതാ അവൻ? ഏതവൻ? നിന്റെ ഒപ്പം ആശുപത്രി കമ്പനിക്ക് വന്നവൻ. കമ്പനിക്ക് വന്നവനോ? അങ്ങനെ ഒരുത്തൻ വന്നില്ലായിരുന്നല്ലോ. ദേ, എനിക്ക് കള്ളം പറയുന്നത് മാത്രം പിടിക്കില്ല. പറയാൻ എനിക്കും ഇഷ്ടമല്ല. പിന്നെന്തിനാ പറയുന്നത്? പറയിച്ചിട്ട് അപ്പൊ നിങ്ങൾ ഒപ്പമാ വന്നത്? ഫ്രണ്ട്? അതോ അതിനപ്പുറത്തെ മറ്റേന്തോന്നു? ഞങ്ങൾ തമ്മിൽ അടുപ്പമാ. അടുപ്പെന്ന് പറഞ്ഞാൽ? നല്ല അടുപ്പം എന്ന് പറയുമ്പോ മനസ്സുകൊണ്ടുള്ള അടുപ്പേ ഉള്ളൂ കേട്ടോ. ഫിസിക്കലായിട്ട്? ഇതിനപ്പുറം ഇപ്പുറം നിന്നിട്ടുള്ള അടുപ്പം തന്നെ. നീ അവനെ കിട്ടുമോ? അവന് മാത്രമേ കിട്ടുള്ളൂ? സീരിയസ്? എന്നിട്ടെന്താ ഇത്രയും നാൾ പറയാഞ്ഞേ? ചോദിക്കാഞ്ഞിട്ട്. ഫ്രണ്ടിനോട് പറഞ്ഞോളൂ ലേശം കൂടി കഴിച്ചടായിക്കോളെ. എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. ഇത് ചന്തയില്ലേ? എന്താ അവള് പറഞ്ഞേ? എന്താ പറഞ്ഞെന്ന്? അവക്കെന്നെ ഇഷ്ടമാണെന്ന്. ദേ, എനിക്ക് ദേഷ്യം വന്നിരിക്കുക. അയ്യോടെ, ആ കുട്ടിക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ അവക്കത് പറയാൻ പാടില്ലേ? ശരി, പറയാം. എന്നെ പറ്റി ഇവൾ എന്താ പറഞ്ഞേ? അതോ, അത് നീ ഒരു ബുദ്ധിയും കൾച്ചറും ഒന്നും ഇല്ലാത്ത വെറും മരപ്പെട്ടിയാണത്. സ്ട്രീറ്റ് പാർട്ടീസിനെ പോലെ ചിട്ടി അടിക്കുന്നു പോലും. അതിനവളാരാ ചോദിക്കാൻ? എന്റെ ഇഷ്ടമാ. തോന്നിയാൽ ഇനി അടിക്കും. അവളെ അങ്ങനെ വിട്ടൂടാ. ഏയ്, എന്താ കുട്ടി വിളിച്ചിട്ട്? എനിക്ക് പോന്നിട്ട് കാര്യമുണ്ടായിരുന്നു. അപ്പിടാൻ മുട്ടിയോ? എന്താ കുട്ടി കാലത്തെ? എനിക്ക് സ്ട്രീറ്റിന്റെ കൾച്ചറാ. ആളാകാൻ നോക്കൊന്നും വേണ്ട കേട്ടോ. എനിക്ക് നിങ്ങളുടെ പെരുമാറ്റം പിടിച്ചില്ല. ഞാനത് പറഞ്ഞു.
ഇതായിപ്പോ ബാക്കിയുള്ളൊരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാലെന്താ? എന്താന്നോ? പപ്പ സിംഗപ്പൂരിലിരുന്ന് തുമ്മും. എന്താ ഇത്? എന്താ ഇവിടെ? പ്രിൻസിപ്പൾ വരുന്ന സമയം നോക്കി എന്തെങ്കിലും കലക്കം ഉണ്ടാക്കിക്കോ, ബാക്കിയുള്ളവരെ പറയിപ്പിക്കാൻ. തുമ്മാൻ സിംഗപ്പൂരിലെങ്കിലും ഒരു പപ്പയുണ്ടല്ലോ. കൂടുതൽ വാചകമൊന്നും വേണ്ട. ഞാൻ വിടില്ല നിന്നെ. പാവം കുട്ടി. ഉണർന്നപ്പോ എനിക്കതിനോട് സിമ്പതി തോന്നി. വല്ലാതെ പൊസസീവ് ആവുന്നു ഞാൻ, അല്ലേ? വല്ലാതെ. സ്വന്തം എന്ന് പറയാൻ ആരെങ്കിലും ഒരാൾ വേണ്ടേ? അപ്പൊ പിന്നെ ഒരാളുണ്ടെന്ന് തോന്നുമ്പോ ഇറുക്കി പിടിക്കുക, അത്ര തന്നെ. ഇറുക്കി പിടിക്കുന്നത് കൊള്ളാം, ശ്വാസം മുട്ടിച്ച് കളയരുത്. ശ്വാസം മുട്ടിക്കും, വിട്ടുകൊടുക്കൂല. ആര് വന്നാലും ഇറുക്കി പിടിച്ചു നിർത്തും. എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? ഞാനും അങ്ങ് ഇറുക്കി പിടിച്ചു നിന്നോളും. നേരായിട്ടും. ആ പിന്നെ ഒരു പുതിയ ന്യൂസ് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ രണ്ടാളും കൂടെ കഴിഞ്ഞ സൺഡേ മോർണിംഗ് ഷോയ്ക്ക് പോയെന്ന്. പറഞ്ഞോട്ടെ. പറഞ്ഞ മാത്രം മതിയോ? പിന്നെ പോണ്ടേ? ദേ, വേണ്ടാത്തത് പറഞ്ഞാലുണ്ടല്ലോ. ഇത് വേണ്ടാത്തതാണോ? ഇത് വേണ്ടതാ. അല്ല, ഐ എം സോറി രേഖ. ഇന്നലെ ഐ വാസ് ടു ഹർട്ട്. സോറി. ഈ ദാസൻ എന്തൊക്കെയോ പറഞ്ഞ് പിരികേറ്റി വിട്ടതാ. എനിക്കിന്നലെ കുട്ടിയോടുണ്ടായ ദേഷ്യം സ്വപ്നത്തെ ഞാൻ കുത്തിക്കൊല്ലാൻ വന്നു. ആ സ്വപ്നത്തിലായത് രക്ഷ. കൊണ്ടുവന്നു കുട്ടി. അത് പറ്റില്ല. കഴിഞ്ഞത് നീ എന്നെ വയ്ക്കായിരുന്നു. വിശക്കുന്നു. ആ പിന്നെ ഞാൻ നിന്റെ പയ്യനെ കണ്ടിരുന്നു. എന്ന്? ഇന്നലെ. ചുമ്മാ? എങ്കിൽ ചുമ്മാ. ഇന്നലെ എവിടെ വെച്ച് കണ്ടു? അയ്യോടാ, ഞങ്ങളുടെ ആണുങ്ങൾക്ക് എവിടെയെല്ലാം വെച്ച് കാണാം. എന്നിട്ട് ദാസ് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അത് പറയണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ചുമ്മാ? ആ എങ്കിൽ ചുമ്മാ.
എന്നിട്ട് എന്ത് പറഞ്ഞു? നിനക്ക് വട്ടാണെന്ന്. അയാൾ അത്ര സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് ലൈക്ക് ദാറ്റ്. പെങ്ങൾക്ക് വേറെ പയ്യനെ അന്വേഷിച്ചോളാൻ പറഞ്ഞു. അയാളെയും കാത്ത് കഫേലും സിനിമയിലും ഒക്കെ കാണുന്ന മാതിരി നാട്ടില് അമ്മാവന്റെ മോള് നിപ്പുണ്ട് പോലും. ആ ഇനിയിപ്പോ എന്താ ചെയ്യുക? ചുമ്മാ. എടി പെണ്ണെ, എവിടെ കുട്ടി? അവക്ക് മതിയെന്ന്. ഒന്നുമല്ല, എന്തോ പറഞ്ഞ് കരയിപ്പിച്ചിട്ടുണ്ട്. മധുവമ്മേ മതി. എടി മഫേ, ഞാൻ വെറുതെ പറഞ്ഞതാ. ഞാൻ ഒരുത്തനെയും കണ്ടിട്ടില്ല. അളിയന്മാരെ ഇന്റർവ്യൂ ചെയ്യാൻ എനിക്ക് ജോലി. പിന്നെ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത്? നിന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ. വാ, വന്ന് കൈ മുഖവും കഴുക. ആശുപത്രി സ്ട്രക്ചർ ഉണ്ടല്ല പണി. നമ്മുടെ അന്തസ്സിന് എത്രമാത്രം യോജിക്കുമെന്നുള്ളത്. അന്തസ്സിന്? ആരുടെ അന്തസ്സിന്? അല്ല, ഒരു ജോലിയെങ്കിലും ഒരു ജോലിയുള്ള ഒരുത്തം വന്ന് ചോദിക്കുമ്പം അതെ അതാ അതങ്ങ് നടത്തണമെന്നാ ഞാൻ പറയുന്നത്. നടത്തണം. ജാതകം ചേർച്ചക്കുറവൊന്നുമില്ല, ഞാൻ നോക്കിച്ചു. സാമ്പത്തികമായിട്ട് അല്പം ക്ഷയിച്ചതാണെങ്കിലും തറവാട് നല്ലതാ. തറവാട്? അച്ഛാ, അല്ല, അറിയുമ്പോ എല്ലാം നീ കൂടി അറിയണമല്ലോ. പെണ്ണിനൊരു ശകലം മടിയുണ്ട്. ദേവുനും മൂത്തവളുടെ ആകാതെ. രുക്മിണിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ദേവുന് നടക്കില്ല. കാരണം രുക്മിണിയുടെ അസുഖം അത്ര പെട്ടെന്ന് അങ്ങ് തീരുന്ന ഒന്നല്ല. ഏതായാലും ഒരുത്തൻ ഇങ്ങോട്ടൊന്നും ചോദിച്ചാണല്ലോ. നടത്താമല്ല, നടത്തണം. ഒരു ഭാരമെങ്കിലും ഒരു ഭാരം. എന്താ അങ്ങനെയല്ലേ? അങ്ങനെ തന്നെ. പിന്നെന്താ? ഒരു കല്യാണം എന്ന് പറയുമ്പോ അത്ര വലുതായിട്ടൊന്നുമില്ലെങ്കിലും പവൻ എന്നാ 2000 ആവുക എന്ന മട്ടിലാവില്ല. എത്ര ചുരുക്കി നടത്തിയാലും ലേശം ഒരു സ്വർണമൊക്കെ ഇടാതെ. അച്ഛൻ കാര്യങ്ങൾ മൂവ് ചെയ്തോളൂ. ഞാൻ ബാങ്കിൽ നിന്ന് ഒരു 5000 രൂപ ലോൺ എടുത്തു തരാം. അത്രേ എനിക്ക് സാധിക്കുള്ളൂ. അവിടെ എനിക്കുമുണ്ട് ഒരു പെണ്ണിനെ അയക്കാനുള്ള ഭാരം. ഒരു പെർമിഷൻ വേണം, ഒരു കല്യാണത്തിന് പോവാൻ. എന്ന്? എവിടെ? ഇവിടെ അടുത്ത് തന്നെ, കൃഷ്ണന്റെ അമ്പലത്തില്. 17-ാം തീയതി സൺഡേയാ, കോളേജില്ല. ആരുടെ കല്യാണം? എന്റെ അനിയത്തിയുടെ. ആര് പറഞ്ഞു നിന്നോടിത്? എവിടെ നോക്കട്ടെ. ഓ, അതൊക്കെ മൂപ്പര് സ്റ്റൈൽ വിടാതെ തന്നെ വഹിക്കുന്നുണ്ട്. നിനക്കിത് ആര് തന്നു? ദേവു. ഇന്നലെ അവള് കോളേജിൽ വന്നിരുന്നു ഇത് തരാനായിട്ട്. എനിക്ക് പോകണം. പോകണ്ട. ഒക്കില്ല, പോകണം. വന്നോളാന്ന് ഞാൻ അവളോട് പറഞ്ഞതാ. തല്ലിക്കൊന്നാലും ഞാൻ പോകും. എടി, അതിനവള് നിന്റെ ആര്? അവള് ചേട്ടന്റെ ആര്? എന്റെ ആരുമല്ലല്ലോ, ഞാൻ പോകുന്നുമില്ലല്ലോ. കള്ളം കള്ളം കള്ളം. ആരും അല്ലെങ്കിൽ പിന്നെ എന്തിനാ ചേട്ടൻ ലോൺ എടുത്ത് കല്യാണം നടത്തിച്ചു കൊടുക്കുന്നത്? ഞാൻ സമ്മതിക്കില്ല. ശരി, എങ്കിൽ പൊയ്ക്കോ. പക്ഷെ സംഭവം കഴിഞ്ഞാൽ ഉടനെ സ്ഥലം വിട്ടോണ്ട്. പിന്നെ സദ്യ ആദായം എന്നൊക്കെ പറഞ്ഞ് കറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. എക്സ്ക്യൂസ് മീ സാർ, മീര വിളിച്ചിട്ട് വന്നവരാണ്. വന്നപ്പോൾ 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 4 പേരുണ്ട്. ഒരാൾക്ക് ആ ടൗൺ ഹാളിനോട് വരെ ലിഫ്റ്റ് കൊടുത്താൽ
ഓക്കെ. സോറി ഫോർ ദി ടൈം. സോറി. ദാസിന് ഹോസ്റ്റലിൽ ചെന്നിട്ട് തിരക്കൊന്നുമില്ലല്ലോ? ഇല്ല. എനിക്കൊന്ന് സംസാരിക്കണമായിരുന്നു. അതിനെന്താ ആവാലോ. ഇടയ്ക്കൊന്ന് റൂമിലൊന്ന് കയറണം. അത് കഴിഞ്ഞാൽ ഇന്ന് മുഴുവൻ ഫ്രീ. ഇന്നത്തെ കാലത്ത് MA പാസ്സായി എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമുണ്ടെന്ന് അറിയാമല്ലോ. അതും ഞങ്ങളുടെ ഒരു സൈക്കോളജി. എവിടെയെങ്കിലും സൈക്കോളജിസ്റ്റായി കയറണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ MPhil എടുക്കണം, അല്ലെങ്കിൽ ഡോക്ടറേറ്റ് വേണം. ഇതൊന്നുമില്ലാതെ പണി വാങ്ങിത്തരാൻ എനിക്ക് പുഷുള്ള റിലേറ്റീവ്സും ഇല്ല. ഏതായാലും ആദ്യം ഒരു ജോലി, അതും അന്തസ്സുള്ള ഒരു ജോലി, പിന്നെ കല്യാണം. അതാണ് എൻ്റെ ഐഡിയ. ദാറ്റ് ഈസ് ഓൾവേസ് വൈസ്. കല്യാണം എപ്പോൾ വേണ്ടി നടത്താം. ഏതെങ്കിലും മാട്രിമോണിയൽ കുളത്തിൽ കയറി പിടിച്ചാൽ 50-ാം വയസ്സിലും അതങ്ങ് നടക്കും. പക്ഷെ ഒരു കരിയർ, ഒരു ജോലി എന്നൊക്കെ പറയുന്നത് അതിപ്പോൾ തീരുമാനിച്ച് തറക്കല്ലിടുന്ന പോലെ ഇരിക്കും. ഡോണ്ട് തിങ്ക് ദാറ്റ് ഐ എം ഗെറ്റിംഗ് ടു പ്രാക്ടിക്കൽ ആൻഡ് ഓൾ ദാറ്റ്. ഇല്ല, നിങ്ങൾ പറയുന്നത് വളരെ കറക്റ്റ് ആണ്. പക്ഷെ പ്രോബ്ലം അതല്ല. ഈ കാര്യം അവളുമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? എന്ത്? മാരേജിനെ പറ്റി? ഇല്ല. ടു ബി വെരി ഫ്രാങ്ക്, ഞാനിപ്പോൾ ഉടനെ അതേപ്പറ്റിയൊന്നും ആലോചിച്ചിട്ടില്ല. കുറെ കൂടി പഠിക്കുക, അതാണ് എൻ്റെ ഇമ്മീഡിയറ്റ് പ്ലാൻ. അതിനൊന്നീ ബാംഗ്ലൂരിൽ കിട്ടണം, അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും യൂണിവേഴ്സിറ്റി ട്രൈ ചെയ്യണം. ഏതായാലും ഉടനെ ഒരു പെണ്ണും കെട്ടി ഏതെങ്കിലും പാരലൽ കോളേജിൽ ഉദ്യോഗമായിട്ട് കിടന്ന് വലയാൻ ഞാൻ പ്രിപ്പയർഡ് അല്ല. ഭാവിയിൽ എന്തെങ്കിലും വിവാഹം കഴിക്കുന്നതിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? എന്ത്? എനിക്കറിയില്ല. ഐ ആം നോട്ട് ഷുവർ. അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ അത് മീരിയെ തന്നെ ആയിരിക്കണം തീരുമാനമൊന്നുമില്ലല്ലോ. അതിപ്പോൾ എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ഇപ്പോഴേ തീരുമാനങ്ങൾ എടുക്കാൻ എനിക്ക് എന്നെ തന്നെ വിശ്വാസം പോരാ. ഓഫ് കോഴ്സ് എനിക്ക് മീരയെ ഇഷ്ടമാണ്. ഷീ ഈസ് ടു നൈസ് എ ഗേൾ. പക്ഷേ ഈ കോളേജ് റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത് അതിന് അതിൻ്റെതായ ഒരു കോഴ്സ് ഉണ്ട്. നമ്മൾ തമ്മിൽ കണ്ടതും സംസാരിച്ചതും മീര അറിയണ്ട. അവൾ വല്ലാതെ സെൻസിറ്റീവാണ്. ആ കുട്ടിക്കൊരു ഷോക്ക് ആകാത്ത തരത്തിൽ കാര്യങ്ങൾ മാനേജ് ചെയ്തോളണം. എക്സാമിനേഷൻ എടുക്കുന്നു. ഇപ്പോൾ ഇതിന്റെ പേരിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായാൽ അത് അവളുടെ മാർക്കിനെ ബാധിക്കും. അത് ഫ്യൂച്ചറിനെ തന്നെ ബാധിക്കും. അതിന് ഇല്ല, വരട്ടെ നീ. അതിങ്ങ് വന്നോളും. എന്താ ഇത്? ഒരു കല്യാണമല്ലേ? ഇറങ്ങിയതോടെ വണ്ടി നേരെ പോട്ടി. സദ്യ കഴിഞ്ഞതല്ലേ? എനിക്ക് വിശന്നു. വിളിച്ചപ്പോ വന്നൂടാ അല്ലേ? ചേട്ടാ,
ഇന്നു മുതൽ ഇനി ഇത് സ്ഥിരമായി കാണുമായിരിക്കും അല്ലേ? ഇനി ഇത് കല്യാണ ദിവസം. വേണേൽ അവിടെ നിന്ന് അങ്ങോട്ട് എക്സ്പെക്ട് ചെയ്യാം. ആ, പൊട്ടും തൊട്ടും നടന്നു. എക്സാമിന് ആൻസർ പേപ്പറിനും പൊട്ടുകുത്തി വിടാം. അതൊന്നുമില്ല. പഠിക്കണമെന്ന് വെച്ചാ മീര പഠിച്ചതാ. കാണാനൊന്നുമില്ല. എന്താ ധരിച്ചിരിക്കുന്നേ? ഞാൻ റൊമാൻസിലേക്ക് നിൽക്കുകയെന്നാ? അതൊന്നുമില്ല കേട്ടോ. വേണോന്ന് വെച്ചാ എക്സാം തീരുന്നത് വരെ ഞാൻ മോനോട് മിണ്ടാതെ നടന്ന് കാണിച്ചു തരാം. കണ്ട പരിചയം ഉണ്ടാവില്ല. അയ്യോ, വലിച്ചുകളല്ലേ. ഇവിടുത്തെ ഈ പഠിത്തത്തിന്റെയും എക്സാമിന്റെയും ബോർഡിൽ നിന്ന് ആകെയുള്ള ഒരു റിലീഫ് നിന്റെ ഈ ചിരിയ. എന്തിനാ ബുക്ക് ചെയ്തതെന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരമില്ല. ഏതായാലും ബുക്ക് ചെയ്ത് കഴിഞ്ഞു. മറ്റന്നാൾ ഉച്ചയ്ക്കത്തെ ട്രെയിൻ 12:40. അതെ. ഞാൻ സ്റ്റേഷനിൽ വരണ്ടേ? വരണം. വരാം. പോണേന് മുമ്പ് വീട്ടിൽ വരുമെന്നും ചേട്ടനോട് സംസാരിക്കുമെന്നും ഒക്കെയാണ് ഞാൻ ധരിച്ചത്. ഞാൻ കണ്ടിരുന്നു. ചേട്ടനെയോ? എന്ന്? മുമ്പൊരിക്കൽ മീരയുടെ കസിൻ സിസ്റ്ററിന്റെ കല്യാണത്തിന്റെ അന്ന്. എന്നിട്ട് എന്നോടത് പറഞ്ഞില്ല? രണ്ടുപേരും നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റിയും എന്റെ ഫ്യൂച്ചറിനെ പറ്റിയും ഒക്കെ ഞങ്ങളന്ന് സംസാരിച്ചിരുന്നു. അപ്പോ അങ്ങനെ രണ്ടുണ്ടല്ലേ? നമ്മുടെ ഫ്യൂച്ചറും എന്റെ ഫ്യൂച്ചറും. ഞാൻ സ്റ്റേഷനിൽ വരാം. Hey!
അപ്പോ എല്ലാരും പോലെ ഞാനും അല്ലേ? ഏകാന്തതേ നിന്റെ ദ്വീപിൽ ഏകാന്തമാമൊരു ബിംബം. ഏകാന്തതേ നിന്റെ ദ്വീപിൽ ഏകാന്തമാമൊരു ബിംബം. വേർപെടും വീഥിയിലൊന്നിൽ തേങ്ങലായി മാറുന്ന ബിംബം. ഏകാന്തതേ നിന്റെ ദ്വീപിൽ ഏകാന്തമാമൊരു ബിംബം. ആശകൾ മേയുന്ന തീരം, നീലിമമായുന്ന തീരം. ആശകൾ മേയുന്ന തീരം, നീലിമമായുന്ന തീരം. നേരിയ ശ്വാസലയത്തിൽ ഇവിടെ വിടരും അരിയ മലരും മഴലണിയുകയോ? ഇവിടെ ഇരുളിൽ മഴവിൽ കിളികൾ ചിറകൊടിയുകയോ? ഏകാന്തതേ നിന്റെ ദ്വീപിൽ ഏകാന്തമാമൊരു ബിംബം. വാക്കുകൾ തേടുന്ന മൗനം, സാന്ദ്രത കൂടുന്ന മൗനം. വാക്കുകൾ തേടുന്ന മൗനം, സാന്ദ്രത കൂടുന്ന മൗനം. മനസ്സിൽ നിന്നുലയുന്ന നാളം, അറിയാതെ തെറ്റുന്ന താളം. ഇരവിൽ പകലിൽ നിഴലിൽ നിഴലായി നെഞ്ചോട് ചേരുന്ന ദുഃഖം. ഏകാന്തതേ നിന്റെ ദ്വീപിൽ ഏകാന്തമാമൊരു ബിംബം. വേർപെടും വീഥിയിലൊന്നിൽ തേങ്ങലായി മാറുന്ന ബിംബം. ഏകാന്തതേ നിന്റെ ദ്വീപിൽ ഏകാന്തമാമൊരു ബിംബം. മീര, മീര, നീ പുറത്തേക്ക് പോരുന്നുണ്ടോ? ലൈബ്രറിയിൽ നിന്ന് ബുക്ക് മാറ്റി എടുക്കണ്ടേ? നാളെ ആവട്ടെ, ഞാൻ വായിച്ചു തീർന്നില്ല. കരുണയുടെ വീട്ടിൽ പോണോ? വേണ്ട. ഒരു രജിസ്റ്റേർഡ് ഉണ്ട്. ആർക്കാ? സാറിനാ? അല്ല, ആ പെൺകുട്ടിക്കാ. ഇവിടുന്ന് അയച്ചു തന്നെ. അഡ്രസ്സിൽ ആളില്ലാത്തോണ്ട് തിരിച്ചയച്ചിരിക്കാം. എന്താ കുട്ടി ഇത്? ജോലിക്ക് അപേക്ഷ അയച്ചതാ? പിന്നെന്താ അത് തിരിച്ചു പോന്നേ?
അഡ്രസ്സിൽ ആളില്ല അത്രേ. കമ്പനി പൂട്ടിയിട്ടുണ്ടാവും. മീര, മീര, ഞാനാ ഇത്. എടി, എന്താ സ്വപ്നം കണ്ടോ? ഇല്ല. ആരോ ഈ മുറിയിൽ വന്നു. നിങ്ങൾ ഈ മുറിയിൽ എങ്ങനെ വന്നായിരുന്നു? ഇല്ല. ആരും വന്നില്ല കേട്ടോ. നീ കിടന്നുറങ്ങ്. മനസ്സിലായില്ലേ? എന്തോ ദുസ്വപ്നം കണ്ടതാ കേട്ടോ. നാരായണ നാരായണ വിചാരിച്ച് കിടന്നാ മതി. അങ്ങ് ഉറങ്ങിക്കൊള്ളൂ. മാധവമ്മ ഈ വാതിക്കലേക്ക് നീ കിടന്നുള്ളൂ. ഒന്ന് ശ്രദ്ധിച്ചിട്ട്. മാധവമ്മേ, എന്താ അത്? കുട്ടി ജനലടച്ച് കൊളുത്തിടുകയാണ്. എന്താ കുട്ടി? ഞാനിവിടെ കിടന്നോളാം. ആ റൂമിൽ ആരോ ഉണ്ട്. ചേട്ടനും എന്റെ അടുത്ത് കിടക്കണം. നീ ഉറങ്ങിക്കൊള്ളൂ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. പറ്റില്ല. ചേട്ടൻ എന്റെ അടുത്ത് കിടക്കണം. എങ്കിലേ ആ ആള് വരാതെ ഇരിക്കൂ. മാധവമ്മ പോയി കിടന്നോളൂ. ദുസ്വപ്നമോ വേറൊന്നുമല്ല. ചേട്ടനും കിടക്കണം. പേടി സ്വപ്നം കാണാതിരിക്കാനുള്ള മന്ത്രം ഒന്ന് പറഞ്ഞു തരൂ ചേട്ടാ. ചേട്ടാ. ഭഗവതി രക്ഷിക്കണേ. ഭഗവതി രക്ഷിക്കണേ. ഹനുമാനെ. ഹനുമാനെ. പേടി സ്വപ്നം കാണിക്കരുതേ. പേടി സ്വപ്നം കാണിക്കരുതേ. പേടി സ്വപ്നം കാണിച്ചാൽ അത് ഹനുമാന്റെ വാലുകൊണ്ട് തട്ടി നീക്കണേ. അത് ഹനുമാന്റെ വാലുകൊണ്ട് തട്ടി നീക്കണേ. അമ്മയെ രക്ഷിക്കണേ. 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 താങ്ക്സ്. ഉറങ്ങട്ടെ. ഇപ്പൊ ഉറക്കമാണ് വേണ്ടത്. ഞാനിപ്പോ കൊടുത്തത് സ്ട്രോങ് സെഡറ്റീവ് ആണ്. ഉറങ്ങിക്കൊള്ളു. എന്നിട്ട് നമുക്ക് വാച്ച് ചെയ്യാം. ഉണരുമ്പോ എല്ലാം നോർമൽ ആയിരിക്കും. പറയാൻ പറ്റില്ല. സപ്പോസ് ഉണർന്നിട്ടുള്ള പെരുമാറ്റം നോർമൽ ആയില്ലെങ്കിൽ ആ ടാബ്ലറ്റ് ഒന്നുകൂടി കൊടുത്തിട്ട് എന്നെ വിവരം അറിയിക്കും. അതുകൊണ്ട് നോർമൽ ആകുന്നില്ലെങ്കിൽ അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നതിനെ പറ്റി ആലോചിച്ചാൽ മതിയല്ലോ. യു മീൻ മെന്റൽ ഹോസ്പിറ്റൽ? മെന്റൽ ഹോസ്പിറ്റൽ ഈസ് ജസ്റ്റ് ലൈക്ക് എനി അതർ ഹോസ്പിറ്റൽ. എല്ലാ അസുഖവും പോലെ ഇതും ഒരു അസുഖം. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ് നൗ.
എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമുക്ക് അപ്പോൾ ഫേസ് ചെയ്യാം. കഴിഞ്ഞ തവണ മീര പോകുമ്പോഴും മഴയായിരുന്നു. ഇനിയും വരാം എന്നായിരിക്കും. പോകുമ്പോഴത്തേക്കാൾ നന്നായിട്ടുണ്ട് മോള്. നന്നാകാൻ വേണ്ടിട്ടല്ലേ ആസ്പത്രി പോവുക. എന്താ മാധവമ്മേ അവൾ വന്നു കയറിയ ഉടൻ ലാത്തി? ഇല്ല, കുട്ടി നന്നായെന്ന് പറയായിരുന്നു. അതല്ലേ അവൾക്ക് ഇനി അവിടെ പോയാൽ കൊള്ളാമെന്ന് തോന്നുന്നത്. അല്ലേടി പെണ്ണെ? വന്നേ. ഏടത്തിയമ്മയ്ക്ക് വീണ്ടും പണിയായി ഇല്ലേ? എന്താ അത്? ഇടയ്ക്ക് കുറച്ച് ദിവസം ഒരു സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടാവും. ചേട്ടന്റെ ഒപ്പം എങ്ങോട്ടെങ്കിലും ഒന്ന് പോവാനും വരാനും ഒക്കെ. ഇനിയിപ്പോ എന്നെ വാച്ച് ചെയ്ത് നിൽക്കണ്ടേ? ആരാ കുട്ടിയെ വാച്ച് ചെയ്യണേ? എന്തിനു വേണ്ടിയിട്ടാ? ഗവൺമെന്റ് കോളേജിൽ ജോലിയുള്ള പയ്യനാ. അയാൾ മീരയെ ഒന്ന് കണ്ടാൽ നന്നായിരിക്കുമെന്ന് എനിക്കൊരു തോന്നൽ. പയ്യന്റെ അമ്മാവനെയാണോ അച്ഛൻ കണ്ടത്? അതെ. അവർക്ക് മീരയുടെ അസുഖത്തെ പറ്റി അറിയാമെന്നാണ്? അതെ, ഞാൻ കണ്ട അമ്മാവനത് അറിയാം. അങ്ങേരത് അത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല. പയ്യനോട് പറയണോന്നാ? പറയണം. ഓ ശരി. അത് മറച്ചു വയ്ക്കുന്ന കൂടുതൽ അപകടമാണ്. മീര തൊട്ട് സമ്മതിക്കില്ല. യെസ്, ഒരു 5 മിനിറ്റ് ഇരിക്കാൻ പറയും. എങ്കിൽ നീ തന്നെ ആ പയ്യനോടൊന്ന് സംസാരിച്ചിരുന്നാ? ഞാൻ സംസാരിക്കാം. ഇവിടെയും വീട്ടിലും വെച്ച് വേണ്ട, വേറെ എവിടെയെങ്കിലും അച്ഛനതൊന്ന് അറേഞ്ച് ചെയ്തോളൂ. എന്നിട്ട് എന്നെ അറിയിച്ചാൽ മതി. ആ പയ്യനോട് ഒരു ദിവസം അവധി എടുത്തിങ്ങി വരാൻ പറയും. അമ്മാവന്മാരും കൊച്ചന്മാരും ഒന്നും വേണ്ട, ആ പയ്യനെ മാത്രം വിളിച്ചാൽ മതി. ഓ ശരി. മീര എവിടേക്കാ? ചുമ്മാ ഇരുന്ന് ബോറടിച്ചപ്പോ റോഡിൽ പോണവരെ നോക്കി നിൽക്കാമെന്ന് കരുതി. വായ്നോട്ടം. ഏട്ടത്തിയമ്മയ്ക്ക് പേടി അല്ലേ? ഞാനെങ്ങോട്ടെങ്കിലും അങ്ങിറങ്ങി പോയി കളഞ്ഞാലോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. പോയാ ഞാനും കൂടെ വരും, അത്ര തന്നെ. നേര് പറയൂ, കല്യാണം കഴിഞ്ഞ് വരുന്നതിന് മുൻപ് അറിയായിരുന്നോ
ഇങ്ങനൊരു പുലിവാലുണ്ടാവുമെന്ന്? പുലിവാലോ? എന്ത് പുലിവാല്? അല്ലെങ്കിൽ ജോലി? എന്നോട് പറഞ്ഞിരുന്നു. എന്തു പറഞ്ഞു? ആയയുടെ പണിയും കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ആയയുടെ പണിയേ? അമ്മയുടെ പണിയെന്ന് പറയാൻ ഞാൻ എന്താ? പോയി അറ്റൻഡ് ചെയ്തിട്ട് വന്നോളൂ. ഞാനെങ്ങും പോയൊന്നുമില്ല. ഹലോ, അംബികയല്ലേ? ഞാനാണ്. ഞാൻ വരാൻ സ്വല്പം വൈകും. അതെ, അയാൾ മീറ്റ് ചെയ്യാൻ പോവാണ്. എന്തോ ഞാൻ അർച്ചനയ്ക്ക് നേർന്നിട്ടുണ്ട്. ഒക്കെ ശരിയാവുന്നേ. ആദ്യമൊക്കെ ദുസ്വപ്നങ്ങളായിരുന്നു. ഉറങ്ങാത്തപ്പോ മിണ്ടാതെ ഒറ്റ ഇരിപ്പിരിക്കും. മറ്റു യാതൊരു പ്രോബ്ലംസും ഇല്ല. സംസാരിക്കില്ല, ജസ്റ്റ് സൈലന്റ്. പക്ഷെ അതായിരുന്നു വലിയ ശിക്ഷ. പ്രത്യേകിച്ച് അവള് ഒരുമാതിരി ചിലചലാൻ ചിലക്കുന്ന ടൈപ്പ് ഒരു പെണ്ണുമായിരുന്നു. ഈ 3 വർഷത്തിനിടയിൽ ആ കുട്ടി എത്ര പ്രാവശ്യം ഈ അബ്നോർമാലിറ്റീസ് കാണിച്ചിട്ടുണ്ട്? വെൽ, ഐ ക്യാൻ ഗിവ് ദ ഡീറ്റെയിൽസ്. ആദ്യത്തെ പ്രാവശ്യം അത് വളരെ കുറച്ച് ദിവസമേ നിന്നുള്ളൂ. അത്തവണ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വന്നില്ല. ഒരാഴ്ച കൊണ്ട് അവൾ നോർമലായി. നോർമൽ എന്ന് പറയുമ്പോൾ പഴയ പ്രസരിപ്പ് നഷ്ടപ്പെട്ട ഒരു നോർമൽ സ്റ്റേജ്. 1 മാസത്തിന് ശേഷം വീണ്ടും പ്രോബ്ലം ഉണ്ടായി. അത്തവണ ഹോസ്പിറ്റലിലാക്കി. ഏതാണ്ട് 1 മാസത്തോടടുപ്പിച്ച് അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ 1.5 വർഷത്തേക്ക് പ്രശ്നം കണ്ടില്ല. വീണ്ടും ഒരിക്കൽ. അത്തവണ ഒരു 2-3 ആഴ്ച കിടക്കേണ്ടി വന്നുള്ളൂ. പിന്നെ ഇപ്പോഴും ഏതാണ്ട് 1 മാസം. ഇതിനിടയ്ക്ക് ഈ കുട്ടിയുടെ മാരേജിനെ പറ്റി എപ്പോഴെങ്കിലും ആലോചിച്ചിരുന്നോ? 2-3 പ്രാവശ്യം. പക്ഷെ ഒന്നും ശരിയായില്ല. പോയി അവളുടെ ഈ അസുഖത്തിന്റെ കാര്യം ഒളിച്ചു വെച്ചിട്ട് കല്യാണം നടത്തുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഒരു ഭർത്താവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ എനിക്ക് എന്റെ ജോലി തീരൂ. യുനോ, അവൾക്ക് എല്ലാം കൂടി ഞാനേ ഉള്ളൂ. ഇപ്പൊ പെട്ടെന്നൊരു ആൻസർ പറയണമെന്നില്ല. ഇല്ല, ഇപ്പൊ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് അറിയുന്നത് കൊണ്ട് കൂടുതൽ ആലോചിക്കാനുണ്ടെന്ന് തോന്നുന്നില്ല. എന്റെ ഒരു വിശ്വാസം ചിലപ്പോ ഇല്യൂഷൻ ആയിരിക്കാം. നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ഒരു വിവാഹ ജീവിതം ആ കുട്ടിയെ നോർമലാക്കുമെന്നാണ്. യു മീൻ? എനിക്കതൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. എനിക്ക് മീരയെ ഒന്ന് കണ്ട് സംസാരിക്കണം, അത്രേ വേണ്ടു. കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാം. അങ്ങനെയല്ലേ? ഞാൻ കാണുകില്ല. എനിക്കിനി ഒരാളെയും കാണാൻ വയ്യ. ആരും എന്നെയും കാണണ്ട. മീര, എന്താ നീ പറയുന്നേ? നീ ആദ്യം ആ മനുഷ്യനെ ഒന്നുകൊണ്ട് സംസാരിക്കൂ. എന്നിട്ട് നീ പറയുന്നത് തന്നെ പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കാം. ദേ, കുട്ടിയല്ലേ എന്നോട് പറഞ്ഞത്. എല്ലാം അറിഞ്ഞുകൊണ്ട് ഒരാൾ. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മീര, എനിക്കിഷ്ടമല്ല, എനിക്കിഷ്ടമല്ല, എനിക്കിഷ്ടമല്ല. എന്താ ഇത്? എന്തിനാ കുട്ടി അങ്ങനെ ചേട്ടനോട് അർത്ഥം മുറിച്ച് പറയാൻ പോയത്? ചേട്ടൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാമോ ഇങ്ങനെ ഒരാളെ കണ്ടുപിടിക്കാൻ? അറിയാം ഏട്ടത്തിയമ്മേ. പക്ഷേ ഞാൻ ആലോചിച്ചിട്ട് എനിക്കിനി ഒരു വിവാഹം ഇല്ല ഏട്ടത്തിയമ്മേ. അങ്ങനെ എന്തെങ്കിലും ശ്രമിച്ചാൽ ഞാനുണ്ടാവില്ല, ഉറപ്പാ. അയ്യേ, എന്താ ഇത്? ചേച്ചേ, ഇനി ഇതും പറഞ്ഞ് രാത്രിയിൽ ഉറങ്ങാതിരിക്കണ്ട. കുട്ടിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇവിടെ ആരും ഒന്നും നിർബന്ധിക്കില്ല. ഞാൻ പറഞ്ഞോളാം ചേട്ടനോട് കേട്ടോ. ഗുളിക കഴിച്ചോ? ഗുളിക കഴിച്ചോന്ന്? ഇത് പിടിക്കൂ. ഇതെന്താ ഇവൾക്കിപ്പോ ഇങ്ങനെ ഒരു എല്ലാം ഒത്തു വന്നു എന്ന് വിചാരിച്ചപ്പോ എന്താ ഇത്? അവളുടെ വിധി ഇതാ, അയാളുടെ കൊടുത്താൽ മതി. എല്ലാം ഞാനിതിൽ എഴുതിയിട്ടുണ്ട്. ഒരിക്കൽ ബന്ധപ്പെട്ട് ഇവിടെ വരെ വന്നതാണ്. ഇനി എന്തിനാ ഒരിക്കൽ കൂടെ ഇങ്ങോട്ട് വരുത്തി ആ നല്ല മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്നത്?
അതിന്റെ ഉള്ളിൽ പൈസയും വെച്ചിട്ടുണ്ട്. ആ. ഇവിടെ ലോഡ്ജിൽ കൊടുക്കാൻ വേറെ പൈസ കരുതിയിട്ടുണ്ടോ? ഇല്ല. വണ്ടിക്കൂലിയോ? ചുമ്മാ കളിയാക്കാൻ ചോദിച്ചാണെന്ന് കരുതിയാൽ മതി കേട്ടോ, സീരിയസ് ആയിട്ട് എടുക്കണ്ട. ആര് സീരിയസ് ആക്കുന്നു? ഓരോ പ്രാവശ്യം വരുമ്പോഴും നീ എന്റെ മദ്യപാനത്തെ പറ്റി പറഞ്ഞൊന്നും വാരി വിട്ടില്ലെങ്കിൽ എനിക്ക് ഏതാണ്ട് പോലെ, പിന്നെ കുടിക്കാൻ പോലും ഒരു രസം തോന്നുന്നില്ല. എങ്കിൽ ചോദിച്ചേക്കാം, ഇപ്പൊ എങ്ങനെയുണ്ട് വെള്ളമടി? നടക്കുന്നു. മനസ്സിനൊരു സുഖമില്ലടാ. സൂക്കേടുകാരിയായിട്ട് കിടക്കുന്നതിനേക്കാൾ ഭേദം അങ്ങ് പോയതാ. എന്നാലും രുക്മിണിയുടെ മരണം ഒരടിയായിട്ട് കിടക്കുന്നു. തള്ളയും അതോടങ്ങ് മനസ്സ് പോയ പോലെ. ഞാനിത് പുറത്തു കൊണ്ടുപോയി കത്തിച്ചോളാം. ഇരുന്നായിരുന്നു പോവും. നിന്റെയും ജോലി മുടങ്ങും. ചായ തണുക്കും. ചായയുടെ ചൂട് പോവും. പൊയ്ക്കോട്ടെ. കുടിക്കുന്നില്ലേ? ഇല്ല. ഞാൻ തന്നതുകൊണ്ടാ? പിണക്കമുണ്ടോ? കുട്ടിക്ക് നേരം പോവാൻ ഒരു വിഷമം ഉണ്ടാവില്ല അല്ലേ? ചിലപ്പോ തോന്നും ബോറാണെന്ന്, ചിലപ്പോ തോന്നും രസാണെന്ന്. പുള്ളിയുടെ ഓരോ കിറുക്കുകളാ. ആ അമ്മമാരുടെ കോളേജിൽ പണി ഏതാണ്ട് കിട്ടിയതാ. സമ്മതിക്കണ്ടേ? ഇവിടെ ഇരുന്നോ മുട്ടയും വിരിയിച്ച്. ജോയ്, എപ്പോഴും ഇത് തന്നെ, ജോലി തിരക്ക് ജോലി തിരക്ക്. അതുകൊണ്ടെന്താ, തോന്നുമ്പോ കോഴി പിടിച്ച് പൊരിച്ച് തിന്നാലോ. തുടങ്ങി. ഞാൻ ഇതാ വരുന്നേ, നിൽക്കും. ടാറ്റാ, പോട്ടെ, ബൈ. ടാറ്റാ. എന്താ കുട്ടി ആലോചിക്കുന്നേ? കുട്ടി എന്താ ആലോചിക്കുന്നേന്ന്? ഞാനൊന്നും ആലോചിക്കുന്നില്ലല്ലോ. ഉണ്ട്. എന്താന്ന് പറയട്ടെ? രേഖയെ പറ്റി. എന്ത് പത്രാസായിരുന്നോ പെണ്ണിന്? പിന്നെ കേൾക്കുന്നത് മിക്സഡ് മാരേജും കോടതിയും, പിന്നെ ഇപ്പൊ കോഴിക്കൃഷിയും. വേറൊന്നും തോന്നിയില്ലേ? ഇല്ല. ഒപ്പം പഠിച്ചിരുന്ന കുട്ടികള്
എന്ത് സന്തോഷമായിട്ട് കഴിയുന്നു എന്ന് തോന്നിയില്ലേ? ഒരു ഭർത്താവും ഒരു കുഞ്ഞുമുള്ളതിന്റെ വ്യത്യാസം ആ പെൺകുട്ടിയുടെ മുഖത്ത് കണ്ടില്ലേ? ആ തിളക്കം നിന്റെ മുഖത്തും കാണണമെന്ന് ആശയുള്ള ഞങ്ങളിൽ ചിലരുണ്ട്. അറിയാട്ടത്തിയമ്മേ. പിന്നെ എന്തേ ഇത്? ഒരു പഴയ സില്ലി കോളേജ് റൊമാൻസിന്റെ പേരും പറഞ്ഞ് ജീവിതം വേസ്റ്റാക്ക്. വഴക്ക് പറയല്ല കേട്ടോ. നിന്റെ വീട്ടിൽ വിരുന്ന് വരാനും നിന്റെ കുഞ്ഞിന് ടാറ്റ പറയാനും ഞങ്ങൾക്ക് മോഹം ഉണ്ടാവില്ലേ മേര? അതുകൊണ്ട് പറഞ്ഞു പോവുകയാണ്. എനിക്കറിയാം. പിന്നെ ആ ലെക്ചറിനെ അറിയിക്കാൻ വേണമെങ്കിൽ ഇനിയും സമയമുണ്ട്. ഇപ്പോഴും ലേറ്റല്ല. വേണ്ട. ഇന്നിനിയിപ്പോ അത് വേണ്ട. അത് നീയല്ലേ തീരുമാനിക്കേണ്ടത്. കൊട എന്ത് സാർ ഒരു ക്ഷമയില്ലാതെ? അതൊന്നുമല്ല, എപ്പോഴെങ്കിലും ഒന്ന് സംസാരിക്കാൻ കിട്ടുന്നത്. ആ നേരത്തെ സിഗരറ്റ്. എന്താ സംസാരിക്കേണ്ടത്? വെഡിങ് ആനിവേഴ്സറി അടുത്ത ആഴ്ച എങ്ങനെ ആഘോഷിക്കണം എന്ന വിഷയത്തെ കുറിച്ചാണോ? ആനിവേഴ്സറി ആദ്യത്തെ ആനിവേഴ്സറി കണ്ടല്ലോ, ഇനിയാ രണ്ടാമത്തേത്. പിന്നെ എന്തിനെ പറ്റിയായിരിക്കും? മീരയെ കുറിച്ച്. ആ കുട്ടി എന്താ ഇങ്ങനെ? അതിനെന്തോ പ്രോബ്ലംസ് ഉണ്ട്. എന്ത് പ്രോബ്ലം? എന്തോ എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. എന്തോ ഉണ്ട്. എന്താ നിനക്ക് പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? ഏതെങ്കിലും നല്ല പ്രപ്പോസൽ വന്നാൽ അത് ആലോചിക്കാം എന്നവൾ എന്നോട് പറഞ്ഞിരുന്നതാ. എന്നിട്ടിപ്പോ എന്താ ഇങ്ങനെ? ഓരോ സമയത്ത് ഓരോന്ന്. അതല്ല, ഞാൻ ചകഞ്ഞെടുത്തോളാം. എടുത്തമ്മേ, അരികിലോ അകലെയോ എവിടെയാണോ നീ? അഞ്ചി കൊഞ്ചി അത്തിക്കൊമ്പിലൊരു മൈന പാടി കൊച്ചുകുട്ടത്തി. അരികിലോ അകലെയോ എവിടെയാണോ നീ? അഞ്ചി കൊഞ്ചി അത്തിക്കൊമ്പിലൊരു മൈന പാടി കൊച്ചുകുട്ടത്തി. ഒരു പദം കനകക്കിങ്ങിണി ചിറകു കെട്ടിയ തിരകൾ, മണലിൽ മുത്തുകൾ വിടറിയെത്തുന്ന തിരകൾ, തിരയിൽ വീഴും ചിരികൾ, ചിരിയിൽ നിന്നും ചിരികൾ നീട്ടും വിളികൾ. കനകക്കിങ്ങിണി ചിറകു കെട്ടിയ തിരകൾ, മണലിൽ
യെസ്. അതെ, തിരക്കിലിരിക്കുകയാണോ? ഇല്ല, വൈകുന്നേരം എപ്പോ ഇറങ്ങും? ഇത്തിരി നേരത്തെ ഇറങ്ങാൻ പറ്റുമോ? ഇല്ല, അതൊന്നുമില്ല. പിന്നെന്താ, മീര എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയോ? കള്ളം പറയരുത്, അവളെ ഞാൻ ഫോണിലേക്ക് വിളിപ്പിക്കും. വേണ്ട, ഉടനെ എത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇല്ല, ഓഫീസിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരണമെന്ന് പറയായിരുന്നു. മതി, ശരി. പക്ഷെ അതെങ്ങനെ? ഇനി നിനക്ക് തെറ്റിയതാണെങ്കിലോ? ഹോസ്പിറ്റലിൽ നിന്ന് അവൾ വന്നത് നവംബർ 10-ാം തീയതി. ഇന്ന് ജനുവരി 17, അതായത് 68 ദിവസം. അതെ. ഇത്രയും ദിവസം ധാരാളം മതി ഒരു പെണ്ണിന് എന്തെങ്കിലും കുഴപ്പം പറ്റിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ. അതും ഊണിലും ഉറക്കത്തിലും ചുറ്റിപ്പറ്റി നിൽക്കുന്ന വേറൊരു പെണ്ണിന്. അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ഡോക്ടറെ കാണാം, അവര് നോക്കട്ടെ. മുറ തെറ്റിയെന്ന് വെച്ച് അത് തന്നെ ആയിക്കൊള്ളണമെന്നില്ല. മീര എവിടെ? കുളിക്കുന്നു. മീരയ്ക്കറിയാമോ? എന്തോ അത് മനസ്സിലാകുന്നില്ല. ഏതായാലും ഡോക്ടർ കാണട്ടെ. അതെ, നീ ഡോക്ടർക്ക് ഫോൺ ചെയ്തോളൂ. ഞാൻ ഫോൺ ചെയ്യാം. അതെ, മീരയ്ക്ക് സംശയമൊന്നും തോന്നരുത്. നിനക്കൊരു കാഷ്വൽ ചെക്കപ്പ് എന്ന് പറഞ്ഞ് പോയാൽ മതി. കൂടെ ഡോക്ടറോട് പറഞ്ഞിട്ട് അവളെ ഒന്ന് നോക്കിക്കുക. മനസ്സിലായി. ഇതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ടുമായിട്ട് ഒന്നുകൂടി എന്നെ ഒന്ന് കാണണം. അപ്പൊ ശരി. താങ്ക് യു ഡോക്ടർ. ആ അകത്ത മുറിയിലിരിക്കുന്ന പെൺകുട്ടിയെ അങ്ങ് വിളിക്കൂ. ടെസ്റ്റിംഗ്. കണ്ണുനീരും വിയർപ്പൊഴിച്ച് ബാക്കിയെല്ലാം പരിശോധിച്ചറിയണമെന്ന്. എന്തിനോ എന്തോ ഇവർക്ക് എപ്പോ വന്നാലും ടെസ്റ്റിംഗ്. എടുത്തമ്മ എവിടെ? വന്നോളും. പ്രഗ്നൻസി തന്നെയാണ്. 3 മാസമെങ്കിലും ആയിട്ടുണ്ടാവണം. മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് എത്രയായിട്ടുണ്ടാവും? 2 മാസം. അവിടെ 1 മാസത്തിന് മേൽ കിടന്നിട്ടുണ്ട്? ഉണ്ട്. അവിടെ വെച്ച് പറ്റിയതാവണം. പിന്നെ അതിനാ കുട്ടി നോർമലും ആയിരുന്നില്ലല്ലോ. അവൾക്ക് ഇതേപ്പറ്റി അറിയാമോ? അതെനിക്ക് എങ്ങനെ പറയാൻ പറ്റും? സംശയം തോന്നരുന്ന് പറഞ്ഞിരുന്നോണ്ട് ഞാൻ അത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. അത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അംബികയുടെ ഹസ്ബൻഡും ആ കുട്ടിയും കൂടിയാണ്. പക്ഷേ ചെയ്യുന്നെങ്കിൽ ഇനി അത് വൈകിക്കുന്നത് ബുദ്ധിയല്ല. എനിവേ, പോയി ആലോചിച്ചിട്ട് എന്നെ ഫോൺ ചെയ്യൂ. വറീഡാകണ്ട. ഐ വിൽ ലെറ്റ് യു നോ ഡോക്ടർ. അങ്ങ് ചെയ്യുക. അത് തന്നെ. ഇനിയിപ്പോ ആലോചിച്ചിരുന്നിട്ട് അവര് പറഞ്ഞതുപോലെ കുഴപ്പമാക്കണ്ട. അവൾ അറിഞ്ഞാൽ സമ്മതിക്കുമെന്നാ. അവൾ എന്തിനാ അറിയുന്നേ? എല്ലാം കഴിഞ്ഞിട്ട് അറിഞ്ഞാൽ മതി. ആരാ ഉത്തരവാദി അവൾക്ക് പോലും നിശ്ചയമില്ലാത്ത ഒരു വല്ല ഭ്രാന്തിന്റെ ആയിരിക്കും. ആ, ഡോക്ടറെ വിളിച്ചൊരു ഡേറ്റ് ഫിക്സ് ചെയ്തോളൂ. ഒരു ദിവസമെങ്കിലും ഒരു ദിവസം നേരത്തെ ആയിക്കോട്ടെ. എന്താ കുട്ടി ഉറക്കൊളച്ചിരുന്ന രസായിട്ട് വായിക്കണേ? ഒരു കഥയാ മധുമ്മേ. കഥേ? എന്ത് കഥ? ഒരു കിളിയുടെ കഥ. പറന്ന് പറന്ന് പോകുന്ന ഒരു കിളിയുടെ കഥ. അസലായി. ആ നേരത്ത് വല്ല പുരാണവും വായിച്ചിരുന്നെങ്കിൽ പുണ്യെങ്കിലും കിട്ടിയേനെ. കിടക്കൂ. എടുത്തമ്മേ.
That's all. ഇരിക്കൂ. അങ്ങ് തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. എങ്ങനെയുണ്ട് അവള്? അവളൊന്നും അറിഞ്ഞിട്ട് തന്നെയില്ല. അതിന് മുൻപ് ഉറങ്ങിക്കഴിഞ്ഞു. ഒന്നുമില്ലെന്നേ, ഈ ബാലേട്ടന്റെ ഒരു പരിഭ്രമം. ഞാൻ ഇരിക്കണം ഇവിടെ. വേണ്ട, നീ അങ്ങോട്ട് വന്നോളൂ. കഴിഞ്ഞു. മയക്കമാണിപ്പോഴും. No other problems? Nothing. മീര, കുടിക്കാൻ വെള്ളം വേണോ? ഏട്ടത്തിയമ്മേ, എന്താ മോളെ? എന്താ ഇത്? ഒക്കെ പിന്നെ പറയാം. ഇപ്പൊ നീ ചുമ്മാ കണ്ണടച്ച് കിടന്നോ. ഉറങ്ങി തീർന്നിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം. ഉറങ്ങി തീർന്നു എങ്കിൽ നമുക്ക് ഡോക്ടറോട് ചോദിച്ചിട്ട് വീട്ടിലേക്ക് പോവാം. ഏട്ടത്തിയമ്മേ, എന്താ മോളെ? എന്താ നിങ്ങൾ എന്നെ ചെയ്തത്? ഒന്നുമില്ല കുട്ടി. നീ പോലും അറിയാതെ നിനക്കൊരു കുഴപ്പം പറ്റിയിരുന്നു. അത് നീ പോലും അറിയാതെ ഞങ്ങളെ നീക്കിക്കളഞ്ഞു എന്ന് വിചാരിച്ചാ മതി. ഏട്ടത്തിയമ്മേ, എനിക്ക് കുഞ്ഞിന് വേണമായിരുന്നു ഏട്ടത്തിയമ്മേ. അതിനെ ഞാൻ വളർത്തായിരുന്നു ഏട്ടത്തിയമ്മേ. അതെന്താ അവൾ അങ്ങനെ പറയാൻ? ചോദിച്ചിട്ട് വേറൊന്നും പറയുന്നില്ല. അവളൊന്നും പറയുന്നില്ല. ഇതെന്നല്ല, ഒന്നും. വീണ്ടും ആ പഴയ അസുഖത്തിന്റെ ലക്ഷണമാവുമെന്നാ എന്റെ പേടി. പാല് കുട്ടി കഴിക്കണ ആ ഗുളിക ഒന്ന് എനിക്കും തരിക. അതൊന്ന് കഴിച്ചാൽ നേരം വെളുക്കണവരെ ഒന്നും അറിയണ്ട. ലൈറ്റ് അണയ്ക്കട്ടെ? എന്താ പരന്താ? വാടി മീര. എന്തെങ്കിലും പറഞ്ഞായിരുന്നു? ഞാൻ ഉദ്ദേശിച്ചത് ദാ വരുന്ന ആളാണ്. ആള് മിടുക്കനാ. 1-2 കേസിൽ നല്ല പേരായി പോയി. ഇയാളോട് വന്നിട്ട് എത്ര കാലമായി കാണും? 4-5 മാസം. അപ്പൊ ഞാൻ ചോദിച്ച ആളിതല്ല. ഇതല്ലേ? പിന്നെ ഇപ്പൊ ആരാ? ഇനി പിന്നെ ഉള്ളത്
ഒരു ക്രിസ്തുദാസ, വേറെ ദാസന്മാരൊന്നുമില്ല. ഇതല്ല. Hello. Hey, how could you recognize me? I saw your car the other day. ഇപ്പൊ ഇവിടെയാണല്ലേ? അതെ. എത്രയായി? കുറച്ചായി. എവിടെ താമസിക്കുന്നു? കുറച്ച് പോണം. ആ ചർച്ചും കഴിഞ്ഞ് പോണം. ഫാമിലി? ഇല്ല, I don't. കല്യാണം കഴിഞ്ഞില്ലേ? ഇല്ല, കഴിഞ്ഞു. ബട്ട് ഐ ഗോട്ട് ഡൈവോഴ്സ്ഡ്. ഓ, വിവാഹം കഴിയുന്നതിന് മുമ്പ് വിവാഹമോചനം കഴിഞ്ഞു. ദാറ്റ് ഇസ് ഗുഡ്. ആരായിരുന്നു പെൺകുട്ടി? എ ഗേൾ ഫ്രം ബോംബെ. എനിവേ, ഇറ്റ്സ് എ പ്രസന്റ് സർപ്രൈസ്. കാണാവിനി. ഓക്കെ. ദാസ്, യു ഗോട്ട് ടെലിഫോൺ അല്ലേ? ഉണ്ട്. എത്രയാ നമ്പർ? ആണ് അല്ലേ? പറഞ്ഞോളൂ കുട്ടി, ഇത് നമ്മൾ മാത്രമല്ലേ അറിയുന്നുള്ളൂ. മീര, ഞാനത് പറയിക്കുന്നതിനെ കൊണ്ട്. അവൻ തന്നെയല്ലേ? അല്ലേ? അതെ. എങ്ങനെയായിരുന്നു? എനിക്കെല്ലാം അറിയണം. നിങ്ങളെങ്ങനെ മീറ്റ് ചെയ്തു? അവൻ നിന്നെ കല്യാണം കഴിക്കാമെന്ന് പ്രോമിസ് ചെയ്തു? എല്ലാം. ഞാൻ ഏടത്തിയമ്മയോട് പറയാം. ആ പഴയ ആള് അല്ലേ? അറിയിച്ചിരുന്നോ ദാസിനെ അബോഷനായത് അല്ലെങ്കിൽ ആകേണ്ടി വരും എന്നുള്ളത്? ഒരിക്കൽ നീ ഫോൺ ചെയ്തിരുന്നു, ശരിയല്ലേ? എന്നെ കണ്ടതും എന്തോ പറഞ്ഞ് കട്ട് ചെയ്തു എന്ന്. ഒരു ദിവസം ഉച്ചയ്ക്ക്. ആ, ശരിയാണ്. അന്നിത് പറഞ്ഞിരുന്നോ കരിങ്ങാണെന്ന്? അന്നറിയായിരുന്നോ? അത് പറയാനാണോ അന്ന് വിളിച്ചത്? എന്തോ വേറെ എപ്പോഴെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ഇങ്ങോട്ട്? ഇല്ല, വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. കണ്ടിരുന്നോ എപ്പോഴെങ്കിലും? ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നതിന് ശേഷം. എങ്ങനെ? ഏടത്തിയമ്മ എപ്പോഴും എൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നില്ലേ? എങ്ങനെയായിരുന്നു മോളെ? ഹിപ്നോട്ടിസ് ചെയ്യാനോ മറ്റോ കൊണ്ടുപോയതാ ഞങ്ങൾ 2-3 പേഷ്യൻസിനെ. ചെന്നപ്പോ ദാസാണ്. 2 പേരും അന്ന് പരിചയം കാണിച്ചില്ല. 2-3 ദിവസം കഴിഞ്ഞ് വീണ്ടും കണ്ടപ്പോ സംസാരിച്ചു. ദാസിനെ പറ്റിയും ഞാൻ എന്നെ പറ്റിയും. പക്ഷെ നീ അന്ന് നോർമൽ ആയിരുന്നില്ലല്ലോ കുട്ടി. എന്തോ ദാസിന്റെ അടുത്ത് ഞാൻ എന്നും നോർമലായിരുന്നു. 3-4 പ്രാവശ്യം ഞങ്ങൾ കാണുകയും സംസാരിക്കുകയും ചെയ്തു. അപ്പോഴൊക്കെ ഞാൻ പറയുന്നത് ദാസിനും ദാസ് പറയുന്നത് എനിക്കും മനസ്സിലാകുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നെ അന്വേഷിച്ച് വരുമ്പോഴൊക്കെ ദാസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്? ഉണ്ട്. നിങ്ങളെ അത് അറിയിക്കാതിരിക്കാൻ ഞങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. പിന്നെ ഒരു ദിവസം എന്റെ റൂമിലുണ്ടായിരുന്ന മറ്റേ പെൺകുട്ടിയെ ഡിസ്ചാർജ് ചെയ്ത ദിവസം രാത്രി ദാസ് എന്റെ റൂമിൽ വന്നു.
എന്നോടെന്ത് പറഞ്ഞു എന്നെനിക്ക് ഓർമ്മയില്ല. ഞാൻ എന്ത് പറഞ്ഞെന്നും എനിക്ക് ഓർമ്മയില്ല. പുലർച്ചെയാണ് ഞങ്ങൾ പിരിഞ്ഞത്. അന്ന് എനിക്ക് തോന്നി ഞാൻ ഞാനായെന്ന്, ദാസ് എന്റെയായെന്ന്. പിന്നെ നിങ്ങൾ മീറ്റ് ചെയ്തില്ലേ? ഇല്ല. ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ നോർമലായെന്ന് അറിയിച്ചിട്ട് നിങ്ങൾ വന്നെന്നെ ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് പോന്നല്ലോ. കുഴപ്പമായി എന്നറിഞ്ഞിട്ട് നീ എന്തേത് എന്നോട് പറഞ്ഞില്ല? ആരോടും പറഞ്ഞില്ല. ആരോടും പറയണ്ട എന്നെനിക്ക് തോന്നി, ദാസിനോട് പോലും. ആ കുഞ്ഞു വളർന്നുകൊണ്ടിരുന്നത് എനിക്ക് എന്ത് സമാധാനമായിരുന്നെന്നോ എടുത്തമ്മേ. അവസാനം എന്റേതെന്ന് പറയാൻ ഒരാളുണ്ടാവുന്നു എന്ന് ഞാൻ സമാധാനിക്കുകയായിരുന്നു. എന്താ ഇത്? കുട്ടി ഒന്നും കഴിച്ചില്ലല്ലോ. മതി. മീര, ഒരു കാര്യം കൂടി എനിക്കറിയാനുണ്ട്. നിനക്ക് അയാളെ കല്യാണം കഴിക്കണമെന്നുണ്ടോ? ഇതിനിടെ ഒരു പെണ്ണെ വിവാഹം കഴിക്കുകയും ഡൈവോഴ്സ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞ ഒരാളാണ് അയാൾ. ആ പെണ്ണിന്റെ സ്ഥാനത്ത് നീയായിരുന്നെങ്കിൽ അങ്ങനെ ഉണ്ടാവുമായിരുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? ഉണ്ട്. അപ്പോ അയാളുടെ ഭാര്യയാവാൻ നിനക്ക് ഇനിയും മോഹമുണ്ട് അല്ലേ? മീര, അത് ഞാൻ മാത്രം വിചാരിച്ചാൽ പോരല്ലോ. ഇഡിയറ്റ്. അവൾ എന്തിനാ വെറുതെ വഴക്ക് പറയുന്നേ? പിന്നല്ലാതെ ഇപ്പോഴും അവൾ പറയുന്നത് കണ്ടില്ലേ? വേറെന്താ അവള് പറയേണ്ടത്? ബാലേട്ടൻ അയാളോടൊന്ന് സംസാരിച്ചു നോക്കൂ. സപ്പോസ് എല്ലാം ശരിയായാൽ അയാൾ ഒരു മനുഷ്യനല്ലേ? എല്ലാം അറിഞ്ഞു കഴിയുമ്പോ ചിലപ്പോ ദാസില്ലേ? ഉണ്ട്, കൺസൾട്ടേഷനില്ല. ഇരിക്കൂ. പുറത്തിരുന്ന അകത്തുനിന്ന് ആളിറങ്ങുമ്പോ അറിയാം. ഞാൻ പേഷ്യന്റ് അല്ല. ഹലോ. ഹലോ. ഇരിക്കും. നല്ല പ്രാക്ടീസ് ഉണ്ടെന്ന് തോന്നുന്നു. കുറേശ്ശെ. പിക്കിംഗ് അപ്പ്. കുടിക്കാൻ എന്താ? കോഫിയോ സംതിങ് കോൾഡ്? താങ്ക്സ്. ചായ മതി. മേനെ ചായ. പിന്നെ എന്താ വിശേഷിച്ച്? എനി പ്രോബ്ലംസ്? സിസ്റ്ററിന് എന്തോ പ്രോബ്ലംസ് ഉണ്ടല്ലേ? ഐ റിമെമ്പർ ഹാവിംഗ് സീൻ ഹെർ അറ്റ് ദി ഹോസ്പിറ്റൽ. അന്ന് അവിടെ നിന്നെല്ലാം ശരിയല്ലേ പോയത്? അതെ. ഇപ്പൊ വീണ്ടും പ്രശ്നം വരുന്നത് റെക്കർ ചെയ്തോ? സി മിസ്റ്റർ ദാസ്, വളച്ചു കേട്ടാതെ പറയട്ടെ. മീരയ്ക്കൊരു പുതിയ ജീവിതം ഉണ്ടായി കൊടുക്കുന്നതിനെ പറ്റി ആലോചിക്കാനാണ് ഞാൻ വന്നത്. പെർഹാപ്സ് നിങ്ങൾ വിചാരിച്ചെങ്കിലേ നടക്കുകയുള്ളൂ. എന്താണ് നിങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ലുക്ക്, എന്റെ അനിയത്തി ആരോടും കള്ളം പറയില്ല, പ്രത്യേകിച്ച് എന്നോട്. അവൾ എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ വീണ്ടും കണ്ടതും. അതെ, ഞാനും പറഞ്ഞല്ലോ, ഞാൻ കണ്ടിരുന്നു. ദാസ്, മീരയുടെ കല്യാണത്തിന്റെ പ്രശ്നം നമ്മൾ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടാമത്തെ തവണയാണ്. അന്ന് നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടായില്ല. പക്ഷേ ഇക്കുറി എന്ത് എക്സ്പ്ലനേഷൻസ് പറഞ്ഞാലും എനിക്കത് മനസ്സിലായെന്ന് വരില്ല. വൈ? ഡോണ്ട് ആസ്ക് മീ വൈ. ദാസ്, ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, നിങ്ങൾ മീരയെ ലീഗലായിട്ട് മാരേജ് ചെയ്യണം. ബിക്കോസ് നിങ്ങൾക്ക് മാത്രമേ അവളെ രക്ഷിക്കാൻ ഒക്കൂ. ഇറ്റ്സ് റിയലി കൺഫ്യൂസിങ്. ഇപ്പോഴിങ്ങനെ സഡനായിട്ട് വന്ന് കയറി പറഞ്ഞാൽ അതങ്ങനെ വേണ്ടി വന്നതുകൊണ്ടാണ്. മനസ്സിലായില്ല. ദാസ്, ഈയിടെ മീരയ്ക്ക്
ഷീ ഹാഡ് an abortion recently. അബോർഷൻ? അതിന്? അത് നിങ്ങളുടെ കുഞ്ഞായിരുന്നു. വരും, നമുക്ക് മുകളിലേക്ക് ഇരിക്കാം. ഇറ്റ്സ് മോർ പ്രൈവറ്റ്. ദാറ്റ്സ് ബെറ്റർ. മുകളിലേക്ക് കൊണ്ടുവന്നുള്ളൂ. ഇറ്റ്സ് റിയലി ഫണ്ണി. വിവാഹം എനിക്ക് പറഞ്ഞിട്ടില്ലാത്ത ഒരു ഏർപ്പാടാണെന്ന് പണ്ടേ എനിക്ക് തോന്നിയിരുന്നു. ഒരനുഭവം കൂടിയായപ്പോൾ എൻ്റെ തോന്നൽ ശരിയാണെന്നും എനിക്ക് ബോധ്യപ്പെട്ടു. എൻ്റെ കാര്യപരൻ അത് പറഞ്ഞിട്ടില്ല. നേര് പറഞ്ഞാൽ വീണ്ടും ഒരു കുരുക്കെ ചെന്ന് ചാടുന്നതിനെ പറ്റി ഐ ജസ്റ്റ് കോൺ തിങ്ക് അബൌട്ട് ഇറ്റ്. ചായ കുടിക്കൂ. നിങ്ങൾ പറഞ്ഞതിൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ എനിക്ക് മനസ്സിലാകാതെ ഉള്ളത്. നിങ്ങൾക്ക് എന്നോട് പറയാൻ എങ്ങനെ ധൈര്യം വന്നു? നിങ്ങൾക്ക് അതിനുള്ള ഉത്തരവാദിത്വമുള്ളതുകൊണ്ട്. എന്ത് ഉത്തരവാദിത്വം മിസ്റ്റർ? നിങ്ങൾ പറയുന്നു ഞാൻ നിങ്ങളുടെ സിസ്റ്ററുമായിട്ട് ഫിസിക്കലായിട്ട് ബന്ധപ്പെട്ടുവെന്ന്. ഓക്കെ, വാദത്തിന് വേണ്ടി അത് സമ്മതിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവളെ കെട്ടണമെന്നുണ്ടോ? ഉണ്ട്. ഇല്ല. ഒന്നാമത് തലയ്ക്ക് സുഖമില്ലാത്ത പെൺകുട്ടി. അതിനും നിങ്ങളാണ് റെസ്പോൺസിബിൾ. ഒന്നുമല്ല. ഇമാതിരി മാനസ് ഒക്കെ കുട്ടിക്കാലത്തെ കൂടെയുള്ളതാണ്. ഓരോ സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ പുറത്തു വരുന്നു, അത്രേ ഉള്ളൂ. ഹ്യൂമൻ സൈക്കോളജി നിങ്ങളെന്നെ പഠിപ്പിക്കണ്ട. അതുപോട്ടെ, തലയ്ക്കൊരു കുഴപ്പമില്ലാത്ത ഒരു ഭാര്യയെ കൂടെ പുറപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെയാണ് ഇങ്ങനെ ഒന്ന്. ഹൗ ക്യാൻ ഇറ്റ് ബി പോസിബിൾ? ഞാൻ പറയുന്നത് സെൻസിബിൾ ആണല്ലോ, അല്ലേ? പിന്നെ വേറൊന്നുകൂടി എനിക്ക് വേണമെങ്കിൽ ചോദിക്കാം. എൻ്റെ കുഞ്ഞ് എന്ന് നിങ്ങൾ തറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഞാൻ മാത്രമല്ലല്ലോ ആ ഹോസ്പിറ്റലിൽ ഒരു പുരുഷനായിട്ടുണ്ടായിരുന്നത്. എന്നെപ്പോലെ വേറെയും കുറെ ചെറുപ്പക്കാരെ നിങ്ങൾ അവിടെ കണ്ടിട്ടില്ലേ? ഒരു 3-4 തവണ ആ പെൺകുട്ടി മെന്റൽ ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ട്. എന്നെപ്പോലെ കുറെ ചെറുപ്പക്കാർ അന്ന് അവിടെയൊക്കെ ഉണ്ടായി കാണുകയല്ലേ? കല്യാണം കഴിക്കണം എന്ന് പറയുമ്പോ അങ്ങനെയൊക്കെ എനിക്ക് തോന്നിക്കൂടെ? ഞാൻ ലിസ്റ്റ് എടുത്തു തരാം. അവിടെ ഹലോ, ആ ബാലേട്ടനല്ലേ? എന്താ വരുന്നില്ലേ? ഹോസ്പിറ്റലിൽ നിന്നോ? കാഷ്വാലിറ്റി നിന്നാണോ ഫോൺ ചെയ്യുന്നത്? വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. വേണ്ട, ഞാൻ വന്നോളാം. എന്താ എടുത്തമ്മേ? വണ്ടി എന്തോ ആക്സിഡന്റ് ആയത്രേ. ഭാഗ്യത്തിന് ബാലേട്ടന് ഒരു മുറിവ് പറ്റിയിട്ടേ ഉള്ളൂ. ഞാനും വരാം.
എങ്കിൽ കുട്ടി ഒരു കാര്യം ചെയ്യൂ, ഒരു ടാക്സിക്ക് ഫോൺ ചെയ്യൂ. ആ മിഷൻ ഹോസ്പിറ്റലിന്റെ അവിടെ നിന്ന് പറഞ്ഞാൽ മതി. ചേട്ടന് സീരിയസ് ഒന്നും അല്ലല്ലോ? ഏയ്, ബാലേട്ടൻ തന്നെയല്ലേ ഫോൺ ചെയ്തത്. കുട്ടി പോയി ടാക്സിക്ക് ഫോൺ ചെയ്യൂ. എന്താ കുട്ടി? മാധവമേ, നിങ്ങളും പോന്നോളൂ. ബാലേട്ടൻ വെറുതെ ഇമോഷണൽ ആകാതെ ഒന്ന് മിണ്ടാതെ കിടക്കുന്നുണ്ടോ? നീ കിടന്നിട്ടുള്ള ഹോസ്പിറ്റലിലൊക്കെ അവനെ പോലെ വേറെ ആണുങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നാണ് ചോദിക്കുന്നത്. ഒന്ന് മിണ്ടാതെ കിടക്കുന്നുണ്ടോ? എങ്ങനെയാ മിണ്ടാതെ കിടക്കുക? ഇവൾക്ക് നാണമുണ്ടോ ഇതുപോലെ സ്കൗണ്ടറിന് വേണ്ടി ജീവിതം പാഴാക്കാൻ? ഒറ്റ സമാധാനമേ ഉള്ളൂ, ഇവന്റെയൊക്കെ കൂടെ പറഞ്ഞയച്ചിരുന്നിട്ട് അവസ്ഥ ഓർക്കുമ്പോ. ഒന്നുകിൽ ബാലേട്ടൻ മിണ്ടാതെ കിടക്കണം, അല്ലെങ്കിൽ മീര പുറത്തേക്ക് പോകണം. ഞാൻ സമ്മതിക്കില്ല ഇവിടെ ഇപ്പൊ ഇങ്ങനെ ഒരു ഒന്നാമത് ആക്സിഡന്റ് ആണെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം എങ്ങനെയുണ്ട്? ബ്ലീഡിംഗ് തീരെ കുറഞ്ഞു, വേദനയുണ്ട്. അതങ്ങ് മാറിക്കോളും, സാരമാക്കാനില്ല. തലയുടെ മുറിവ് മാത്രമേ ഉള്ളൂ നോക്കാനുള്ളത്. അതിന്ന് ഇവിടെ കിടന്ന് നാളെ ഒരു എക്സ്റേ കൂടി എടുത്ത് നോക്കിയിട്ട് അങ്ങ് പോകാവുന്നതേ ഉള്ളൂ. ഉറങ്ങിക്കോളും. അതിനുള്ള ഇഞ്ചക്ഷനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇപ്പൊ ആരും ഇവിടെ ഒന്നും പറയാൻ പറ്റില്ല, ഞാൻ പറഞ്ഞേക്കാം. എന്താ കുട്ടി ഇത്? ചേട്ടൻ ഉറങ്ങിയോ? മാധവമ്മ എവിടെ? കാറിലുണ്ട്. എങ്കിൽ നിങ്ങൾ രണ്ടാളും കൂടെ അതിൽ പൊക്കോളൂ. എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ഞാൻ ഫോൺ ചെയ്യാം. ചേട്ടൻ പറഞ്ഞതൊന്നും കാര്യമാക്കണ്ട കേട്ടോ. അപ്പോഴത്തെ ആ ദേഷ്യത്തിന് പറഞ്ഞൊന്ന് മനസ്സിലാക്കിയാൽ മതി. ദേഷ്യം മാറുമ്പോ കെട്ടിപ്പിടിച്ച് മാപ്പ് പറയുന്ന ആളാ ബാലേട്ടൻ. നിനക്കതറിയില്ലേ? അതല്ലേ ഏട്ടത്തിയമ്മേ, അയാള് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവോ? ഉണ്ടാവും. ചേട്ടൻ നിന്നോട് നുണ പറയുമോ? ഇല്ല. ഒന്നുമില്ലെന്നേ, ഞാനല്ലേ പറയുന്നത്. വേണ്ട, കുട്ടി ഇപ്പൊ ഇങ്ങോട്ട് വരണ്ട. അത് ചേട്ടനെ കൂടുതൽ അപ്സെറ്റ് ആക്കും. അതിന്റെ ആവശ്യമില്ലെന്നേ. ഇല്ല, കുളിക്കുന്നില്ല. അവര് പറയാതെ ഒന്നും ചെയ്യണ്ടെന്നാ. ലേശം ഒരു പനിക്കോളുള്ളതുപോലെ. ഇല്ല കുട്ടി, ആ എക്സ്റേയുടെ റിസൾട്ടും കൂടി എടുപ്പിച്ചിട്ട് അങ്ങ് വരാന്ന് വെച്ചിട്ടാ. അത് എടുക്കേണ്ട ആളെത്തിയിട്ടില്ല, അത്രേ ഉള്ളൂ. ഏതായാലും വൈകുന്നേരത്തിന് മുൻപ് അങ്ങ് എത്തും. വേണ്ട വേണ്ട, ഞാൻ ഫോൺ ചെയ്യാം. ഓക്കെ. ഹെഡ് ഇഞ്ചുറിയാണ്. ചിലപ്പോൾ ഒരു മൈനർ സർജറി വേണ്ടി വന്നു. തലയ്ക്ക് ഒരു ചെറിയ ഓപ്പറേഷൻ. ഒരു ദിവസം കൂടി കിടക്കട്ടെ. നിന്റെ കാമുകന്മാരുടെ ലിസ്റ്റ് എടുത്ത് തരാമെന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. ഇനി അത് വാങ്ങാനും ഞാൻ തന്നെ പോണം. ഹലോ 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 ആരാ കുട്ടി ഫോൺ ചെയ്തത്? എടുത്തിയമ്മ. എങ്ങനെയുണ്ട് സാറിനെ? എപ്പോ കൊണ്ടുപോരൂ? സന്ധ്യയോടെ ഇങ്ങെത്തും. ഞാനങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുകയാണ്. ഏടത്തിയമ്മയ്ക്ക് മാറാൻ ഒരു സാരി ഒന്ന് എടുത്തോളൂ, വേഗം. ഭക്ഷണം വല്ലതും ശരിയാക്കിക്കൊണ്ട് പോണോന്ന് പറഞ്ഞോ? വേണ്ട,
അതൊക്കെ അവിടെ ഉണ്ട്. കുട്ടി ഇപ്പൊ എങ്ങനെ പോകും? അങ്ങോട്ടിറങ്ങിയാൽ ഓട്ടോ കിട്ടില്ലേ? ഇല്ലെങ്കിൽ അന്ന് ഞാൻ പറഞ്ഞ കഥയിലെ കിളിയെ പോലെ പറന്നു പറന്നങ്ങ് പോവും. തനിച്ചാണോ വന്നത്? തനിച്ച്. വരൂ. വീരയാണോ കുറച്ചു മുമ്പ് ഫോൺ ചെയ്തിരുന്നത്? ഇവിടെ ഉണ്ടോന്നറിയാൻ വേണ്ടി. ഇങ്ങോട്ട് വരാൻ. ചേട്ടൻ ഇന്നലെ ഇവിടെ വന്നിരുന്നു അല്ലേ? ആവശ്യമില്ലാതെ ഓരോ സീനുണ്ടാക്കലാണ് ഈയിടെ മൂപ്പരുടെ പണി. ഞാൻ ഇന്നലെ കുറെ പറഞ്ഞു ഇവിടെ ഒന്ന് മിസ്ബിഹേവ് ചെയ്തതിന്. പിന്നല്ലാതെ ദാസ് പറഞ്ഞതാ ശരി. ചേട്ടന് പെങ്ങടെ സെന്റിമെന്റ്സ് മാത്രം നോക്കിയാൽ മതിയല്ലോ. വരി, നമുക്ക് മുകളിലോട്ടിരിക്കാം. ഇവിടെ എപ്പോഴും ആരെങ്കിലും ഒക്കെ വന്നിരിക്കും. പോവാൻ ധൃതിയില്ലല്ലോ. പിന്നെ എപ്പോ പോണം? ഞാൻ പറയുമ്പോ. ഇന്ന് ഞാൻ പറയുന്ന സമയത്തിന് എന്നെ വിട്ടാ ഇനി ഒരിക്കൽ ദാസ് പറയുന്ന സമയത്തിന് ഞാൻ വരും. You don't like it? I like it. പക്ഷേ ഇപ്പൊ എനിക്ക് കേൾക്കേണ്ടത് ആ ശബ്ദം മാത്രമാണ്. ഇന്നലെ എനിക്ക് തോന്നി മീര ഇത്രയ്ക്ക് ചീപ്പായി പോയോന്ന്. സോറി സോറി സോറി. നേരായിട്ടും സോറി. മിഠായി തിന്നിരുന്നു, അതിന്റെയാവും.